بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദിൻ്റെ കഴിഞ്ഞ ദർസിൽ നാം വായിച്ച് നിർത്തിയത് ബാബ് ഖൗലില്ലാഹി തആല അഫ അമിനു മക്റല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയവും അതുപോലെ തന്നെ അല്ലാഹുവിലുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ഭയവും ഉണ്ടായിരിക്കണം, പ്രതീക്ഷയുണ്ടായിരിക്കണം. ഭയം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്, പ്രതീക്ഷയില്ലാതെ നിരാശപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകരുത് എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബാബാണ് നമ്മൾ വായിച്ചത്. അതിലെ ആയത്തുകളും ഹദീസുകളും വായിച്ചു. ഇനി അതിൻ്റെ ഇമാം സഅദി റഹിമഹുള്ളയുടെ ഷർഹ് അൽ ഖൗലു സദീദ് എന്നുള്ള ഷർഹിൻ്റെ ഭാഗമാണ് വായിക്കാനുള്ളത്. ഷർഹ് വായിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ആ ബാബിലെ ആയത്തുകളും ഹദീസുകളും അസറുകളും ഒന്നുകൂടി വായിക്കാം. ഒന്നാമതായി ഷെയ്ഖ് കൊടുത്തത് സൂറത്തുൽ അറാഫിലെ 99-ാമത്തെ ആയത്താണ്. അഫ അമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹുവിൻ്റെ തന്ത്രം അഥവാ ഇസ്തിദ്റാജ്, അനുഗ്രഹങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ട് പിടികൂടുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്ന് വരുന്നതിനെ തൊട്ട് അവർ നിർഭയരായിരിക്കുകയാണോ? അള്ളാഹുവിൻ്റെ ഈ തന്ത്രത്തെ തൊട്ട് നിർഭയരാകുന്നവർ നഷ്ടക്കാരാണ്, ഖാസിരീങ്ങളാണ് എന്ന് പറഞ്ഞു. അടുത്ത ആയത്ത് സൂറത്തുൽ ഹിജ്റിലെ 56-ാമത്തെ ആയത്താണ്. വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുന്നവർ, വഴികേടിലായവർ മാത്രമേ നിരാശപ്പെടുകയുള്ളൂ എന്നുള്ളത്. وعن ابن عباس رضي الله عنه أن رسول الله صلى الله عليه وسلم سئل عن الكبائر. അടുത്തൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു കബായിറുകളെ കുറിച്ച്, വൻപാപങ്ങളെ കുറിച്ച്. ഫഖാല, അപ്പോൾ പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വൽയഅ്സു മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരാശപ്പെടലാണ്. വൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെക്കുറിച്ച് ഭയമില്ലാതെ നിർഭയത്വം ഉണ്ടാവലാണ് എന്ന് പറഞ്ഞു. അടുത്തൊരു അസറിൽ വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ തൊട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള നിർഭയത്വമാണ്. വൽ ഖനൂതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടലാണ്. വൽ യഅ്സു മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിൻ്റെ ആശ്വാസത്തെ തൊട്ട് നിരാശപ്പെടലാണ്. യഅ്സും ഖനൂത്തുള്ള വ്യത്യാസം, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ ഖനൂത്ത് യഅ്സിനേക്കാൾ ഒന്നുകൂടിയും ആഴത്തിലുള്ള ദുഃഖത്തിലേക്ക് വീണു പോകുന്ന നിരാശയാണ്. അല്ലെങ്കിൽ യഅ്സ് പറഞ്ഞത്, യഅ്സ് എന്ന് പറഞ്ഞാൽ അവൻ വെറുക്കുന്ന കാര്യം സംഭവിക്കും എന്ന നിരാശയാണ്. ഖനൂത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കുന്ന കാര്യം സംഭവിക്കും എന്നതിനോടൊപ്പം അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം നഷ്ടപ്പെടും എന്നുള്ള കൂടിയുള്ളതാണ്. അഥവാ യഅ്സിനേക്കാൾ കുറച്ച് ആഴത്തിലുള്ളതാണ് ഖനൂത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അസറുകളും. ഇനി ഇതിന്റെ ഷർഹിൽ ഇമാം സഅദി റഹിമഹുള്ള പറയുന്നു, ബാബ് ഖൗലില്ലാഹി തആല അഫ അമിനു മക്റല്ലാഹി ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. ഈ ആയത്ത് കൊടുത്തിട്ട് പറയുന്നു, മഖ്സൂദു തർജുമതി അന്നഹു യജിബു അലൽ അബ്ദി അൻ യകൂന ഖായിഫൻ മിനല്ലാഹ് റാജിയൻ ലഹു റാഗിബൻ റാഹിബൻ. ഈ ഒരു തലക്കെട്ട് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ബാബ് കൊടുക്കാനുള്ള കാരണം, ലക്ഷ്യം എന്നുള്ളത്, അന്നഹു യജിബു അലൽ അബ്ദ്, ഒരു അടിമയുടെ മേലെ നിർബന്ധമാണ്, അൻ യകൂന ഖായിഫൻ മിനല്ലാഹ്, അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാവുക എന്നത്. റാജിയൻ ലഹു, അതുപോലെ തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്ന ആളാവുക എന്നുള്ളത്. റാഗിബൻ റാഹിബൻ, റഗ്ബത്തുള്ളവനും റഹ്ബത്തുള്ളവനും ആവുക എന്നുള്ളത്. റഗ്ബത്തുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ പ്രതീക്ഷയോടൊപ്പം ഒരു തേട്ടമുണ്ടാകുന്നതിനാണ് റഗ്ബത്ത് എന്ന് പറയുന്നത്. റജായിനോടൊപ്പം ഒരു ത്വലബ് ഉണ്ടാകുന്നതിനാണ് റഗ്ബത്ത് എന്ന് പറയുക. റഹ്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തോടൊപ്പം അമൽ ഉണ്ടാകുന്നതിനാണ് റഹ്ബത്ത് എന്ന് പറയുക. ഖൗഫിനോടൊപ്പം ഒരു അമൽ ചെയ്തുകൊണ്ട് ഭയമുണ്ടാവുക എന്ന നിലക്കാണ് റഹ്ബത്ത് എന്ന് പറയുന്നത്. രണ്ടും ഭയവും പ്രതീക്ഷ എന്നാണ് മലയാളത്തിൽ പറയുക. ഇന്നവറ ഇലാ ദുനൂബിഹി വഅദ്ലില്ലാഹി വശിദ്ദതി ഇഖാബിഹി ഖശിയ റബ്ബഹു വഖാഫഹു. എന്നിട്ട് പറയാണ്,
ഇത് നദറ ഇലാ ദുനൂബിഹി, ഒരടിമ അവനവന്റെ പാപങ്ങളിലേക്ക് നോക്കുമ്പോൾ, പാപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അതുപോലെ തന്നെ വഅദിലില്ലാ, അള്ളാഹുവിന്റെ നീതി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, വശിദ്ദത്തി ഇഖാബിഹി, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ആ ഗാംഭീര്യം, എത്ര കടുപ്പത്തിലാണ് അള്ളാഹുവിന്റെ ശിക്ഷ എന്നതിനെക്കുറിച്ച് അവൻ ആലോചിക്കുമ്പോൾ, അവൻ നോക്കുമ്പോൾ, ഖശിയ റബ്ബഹു വഖാഫ, അവൻ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരടിമ അള്ളാഹുവിനോട്, ഈ ബാബിന്റെ വിഷയം എന്താണ്? അള്ളാഹുവിനോട് എന്തുണ്ടാകണം? ഭയമുണ്ടാകണം, അതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാവണം. ഭയമില്ലാത്ത നിർഭയത്വത്തിന്റെ, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഒരു പേടിയില്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ ബാബിലെ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഇമാം സഅദി റഹിമഹുല്ലാ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് ഒരടിമയുടെ അവസ്ഥ പറയാണ്. യഥാർത്ഥത്തിൽ ഒരു അടിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ അവന്റെ പാപത്തിലേക്കും അള്ളാഹുവിന്റെ നീതിയിലേക്കും അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കും നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകും. വൈനദറ ഇലാ ഫദ്ഹിൽ ആം വൽ ഖാസി വഅഫ്വിഹി ശാമിൽ റജാ വതമിഅ, ഇനി അവൻ അള്ളാഹുവിന്റെ ഔദാര്യത്തിലേക്ക് നോക്കുമ്പോൾ, പൊതുവായി മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. അതല്ലാതെ പ്രത്യേകമായി അവന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും, വിശാലമായ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച, പാപങ്ങൾ ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതിന്റെയും അള്ളാഹുവിന്റെ ആ വിട്ടുവീഴ്ചയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും റജാ വതമിഅ, അവൻ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കും, അള്ളാഹുവിൽ അവൻ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ അവസ്ഥയിലായിരിക്കും. ഭയമുണ്ടാകുന്ന അവസ്ഥയുണ്ടാവും, പ്രതീക്ഷ അവസ്ഥയുണ്ടാകും. ഇൻ وفق لطاعة رجاء من ربه تمام النعمة بقبولها وخاف من ردها بتقصيره في حقها. إن وفق لطاعة, ഇനി അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ഒരു തൗഫീഖ് നൽകപ്പെട്ടാലോ? അവനൊരു അള്ളാഹു തആല തൗഫീഖ് കൊടുക്കാൻ, അവന് രാത്രി നിസ്കരിക്കാൻ തൗഫീഖ് കൊടുത്തു, അവന് സുന്നത്ത് നോമ്പ് എടുക്കാൻ തൗഫീഖ് കൊടുത്തു, ദാനധർമ്മങ്ങൾ നൽകാൻ തൗഫീഖ് കൊടുത്തു, എല്ലാ നിസ്കാരവും ജമാഅത്തായി ലഭിക്കുന്നതിന് തൗഫീഖ് ലഭിച്ചു. അങ്ങനെ അള്ളാഹുവിനെ വ്യത്യസ്തമായി അനുസരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചാൽ റജാ മിൻ റബ്ബിഹി തമാമൻ നിഅമ, അവൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ അനുഗ്രഹം, അതൊരു അനുഗ്രഹമാണ്, അത് പൂർത്തീകരിച്ച് ഇനിയും എനിക്ക് സാധിക്കും, മരണം വരെ എനിക്കതിന് സാധിക്കും, ഇത് അള്ളാഹു തആല പൂർത്തീകരിച്ച് നൽകും, ഇനിയും തൗഫീഖ് നൽകുമെന്നുള്ള പ്രതീക്ഷ അവനുണ്ടാകും. ബിഖബൂലിഹ, അതുപോലെ തന്നെ അത് സ്വീകരിക്കും, എന്നിൽ നിന്ന് അള്ളാഹു അതൊക്കെ ചെയ്താൽ മാത്രം പോരല്ലോ, സ്വീകരിക്കാൻ വേണ്ടേ, അത് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടാകും. വഖാഫ മിൻ റദ്ദിഹ, അതുപോലെ തന്നെ ഇത് സ്വീകരിക്കാതെ തള്ളപ്പെടുമോ എന്നുള്ള പേടി അവന്റെ ഉള്ളിലുണ്ടാകും. ബിതഖ്സീരിഹി ഫി ഹഖ്ഖിഹ, ആ അനുസരണങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ കുറവ് വരുത്തുന്നവനാണല്ലോ, അതിൽ കുറവുകളുണ്ടല്ലോ എന്ന് ഭയപ്പെട്ട് അള്ളാഹു ഇത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ള ഭയവും ഉണ്ടാകും. അതായത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും ഈ രണ്ടവസ്ഥയായിരിക്കും, ഭയമോ പ്രതീക്ഷയോ, ഇതിന്റെ നടുവിലായിരിക്കും. ഈ രണ്ടവസ്ഥയുടെ നടുവിലായിരിക്കും അവന്റെ ജീവിതം ഉണ്ടാകുക, അവന്റെ ഈമാൻ ഉണ്ടാകുക. അതിന്റെ നടുവിലാണ് ഈമാൻ നിൽക്കുന്നത്. ഇത് രണ്ടുമില്ലാതെ ഒരാൾക്കും അള്ളാഹുവിനോടുള്ള ഈമാൻ തെളിയിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ പറഞ്ഞു നോക്കൂ, അവന്റെ പാപങ്ങളേക്ക് നോക്കുമ്പോൾ അവന് പേടിയുണ്ടാകും, അള്ളാഹുവിന്റെ ഔദാര്യത്തിലേക്കും നോക്കുമ്പോൾ അവന് പ്രതീക്ഷയുണ്ടാകും. അള്ളാഹുവിനെ അനുസരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചാൽ അത് സ്വീകരിക്കും, ഇത് എനിക്ക് ഇനിയും അള്ളാഹു തൗഫീഖ് നൽകുന്ന പ്രതീക്ഷ ഉണ്ടാകും. അതുപോലെ തന്നെ സ്വീകരിക്കാതിരിക്കുമോ, ഇത് തടയപ്പെടുമോ എന്നുള്ള ഭയവും ഉണ്ടാകും. ഇനി പറയാണ്, വൈനി ബുറ്റുലിയ ബിമഅസിയത്തിൻ, ഒരു പാപം കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണെങ്കിലോ, അവനൊരു പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ചെയ്യാനുള്ള താല്പര്യം കൂടുക, അതിനുള്ള അവസരം കൂടുക, അതിനുള്ള സാഹചര്യത്തിലേക്ക് അവൻ എത്തുക. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടാൽ റജാ മിൻ റബ്ബിഹി ഖബൂല തൗബതിഹി, അവൻ അള്ളാഹുവിന്റെ പ്രതീക്ഷ എന്താണ്? അവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. വമഹ്വഹ, ആ പാപം അള്ളാഹു തആല മായ്ച്ചു കളയും. വഖശിയ അങ്ങനെ പ്രതീക്ഷ അവനുണ്ടാവും. പാപം ചെയ്ത് ആ പ്രതീക്ഷ, തൗബ ചെയ്യുമ്പോൾ ആ പ്രതീക്ഷ ഉണ്ടാവും. അതുപോലെ തന്നെ വഖശിയ ബിസബബി ളഅഫി തൗബതി വലിൽതിഫാത് ലിദ്ദംബ് അയ്യുആഖബ അലൈഹ, അതുപോലെ തന്നെ അവന്റെ തൗബയുടെ കുറവ് കാരണത്താൽ, അതിൽ എന്തെങ്കിലും അള്ളാഹുവിലേക്ക് തിരിയുന്നതിലുള്ള കുറവ് കാരണത്താൽ അവന്റെ തൗബ സ്വീകരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ, ആ പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭയം അവനുണ്ടാകും. അപ്പൊ പാപം ചെയ്താലും രണ്ടവസ്ഥയാണ്, ഒന്ന് പുറത്തു കിട്ടും എന്നുള്ള പ്രതീക്ഷ, ശിക്ഷ ലഭിക്കുമോ എന്നുള്ള ഭയം, അവിടെയും അതിന്റെ നടുവിലായിരിക്കും. വഇൻദ നിഅമി വൽ മസാരി യർജുല്ലാഹ്, ഇനി അനുഗ്രഹത്തിന്റെ അവസ്ഥയിലോ, ധാരാളം അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ, യർജുല്ലാഹ ദവാമഹ വസിയാദത മിൻഹാ വതൗഫീഖ ലിശുക്രിഹ, അവൻ അല്ലാഹുവിൽ പ്രതീക്ഷിക്കുക എന്താണ്? ഈ അനുഗ്രഹങ്ങൾ നിലനിർത്തി കിട്ടും, ഇതൊക്കെ ഇതിനുള്ള തൗഫീഖ്, ഇതിന് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും എന്ന പ്രതീക്ഷ അവനുണ്ടാകും.
വയഖ്ശാ ബിഇഖ്ലാലിഹി ബിശുക്രി മിൻ സൽബിഹാ, അവന് ഭയം ഉണ്ടാകും. ഇത് ഞാൻ നന്ദി കാണിക്കാതിരിക്കുമ്പോൾ ഇത് എന്നിൽ നിന്ന് നീക്കപ്പെടുമോ എന്നുള്ള ഭയവും അവനുണ്ടാകും. അപ്പൊ നമുക്ക് നല്ല വാഹനമുണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല മക്കളുണ്ട്, നല്ല വാഹനമുണ്ട്, അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് ലഭിക്കുക വിചാരിക്കുക. അപ്പൊ അതിലുണ്ടപ്പോ ഒരു മുഅ്മിന്റെ അവസ്ഥ എന്താണ്? ഇത് അല്ലാഹു തആല നിലനിർത്തി നൽകും എന്നുള്ള പ്രതീക്ഷയുണ്ട്, അതിന് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നൽകും. അതേസമയം അവന്റെ ഭയം എന്താണ്? ഞാൻ നന്ദി ശരിക്ക് കാണിക്കാത്തത് കൊണ്ട് ഇത് അല്ലാഹു ഒഴിവാക്കുമോ, എന്നിൽ നിന്നെല്ലാം തടയുമോ എന്നുള്ള പേടിയും അവനുണ്ടാകും. വഇൻദൽ മകാരിഹി വൽ മസായിബ്, ഇനി അടുത്ത അവസ്ഥ, അവന് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും അവസ്ഥയാണെങ്കിൽ, അവന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആണെങ്കിൽ യർജുൽ, അവന് ഒരുപാട് പരീക്ഷണങ്ങൾ വരികയാണ്, അവന് ഇഷ്ടമല്ലാത്ത ഒരുപാട് പരീക്ഷണങ്ങൾ വരികയാണ്, ബുദ്ധിമുട്ടുകൾ വരികയാണ്. ആ അവസ്ഥയിലോ യർജുല്ലാഹ ദഫഅഹാ വയൻതളിറുൽ ഫറജ ബിഹല്ലിഹാ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ടാകും? പ്രതീക്ഷ ഉണ്ടാകും. എന്താ പ്രതീക്ഷയുള്ളത്? അല്ലാഹു ഇത് ഒഴിവാക്കി തരും, അള്ളാഹു ഇത് ഒഴിവാക്കിക്കൊണ്ട് എനിക്കൊരു തുറവി നൽകും, അള്ളാഹു ഇത് എന്നിൽ നിന്ന് തടയും എന്നുള്ളൊരു പ്രതീക്ഷ അവനുണ്ടാകും. അതുപോലെ തന്നെ അവനൊരു പ്രതീക്ഷയുണ്ടാകും. എന്താണ് ആ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ക്ഷമിക്കുന്നത് കൊണ്ട് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അവന് ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെന്നിൽ നീക്കം ചെയ്യും, ഇത് തടയും, ഇത് ഒഴിവാക്കുന്ന പ്രതീക്ഷ. അതുപോലെ തന്നെ ഇത് ക്ഷമിക്കുന്നത് കൊണ്ട് എനിക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകുന്ന പ്രതീക്ഷ. ഇനി ഭയം എന്താണ് ആ സമയത്ത് ഭയം ഉണ്ടാകുന്നത് എന്താ? വയഖ്ശാ മിൻ ഇജ്തിമാഇൽ മുസീബത്തൈൻ, രണ്ട് മുസീബത്തുകൾ ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ള പേടി ഉണ്ടാവന്. ഒരു മുസീബത്ത് അവന് ബാധിച്ചു, ഒരു രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധിച്ചു, അടുത്തൊരു മുസീബത്ത് കൂടി പേടിക്കും. എന്തൊക്കെയാണ്? ഫവാത്തിൽ അജ്രിൽ മഹ്ബൂബ് വഹസൂലിൽ അംരിൽ മക്രൂഹ്, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം നഷ്ടപ്പെടുമോ, ലഭിക്കാതിരിക്കുമോ എന്നുള്ളതും, അതുപോലെ തന്നെ അവന് വെറുക്കുന്ന കാര്യം അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതും. അതായത് ഒരു മുസീബത്ത് ബാധിച്ചു, അതിൽ ക്ഷമിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ എന്താ ഉണ്ടാവുക? ഈ മുസീബത്ത് തുടർന്നുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. അവൻ അതിൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്നുണ്ട്, അത് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള പേടി അവനുണ്ടാകും. ഇദാ ലം യുവഫിഖ് ലിൽ ഖിയാമി ബിസ്സബ്രിൽ വാജിബ്, നിർബന്ധമായിട്ടുള്ള ക്ഷമ അവൻ കാണിക്കാത്തതിന്റെ പേരിൽ ഈ മുസീബത്ത് അവന് തുടർന്ന് നിലനിൽക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ പോകുന്ന, അതിൽ നിന്നൊരു തുറവി ലഭിക്കാതിരിക്കുമോ എന്നുള്ള പേടിയും അവനുണ്ടാകും. കാരണം സബർ, വാജിബായിട്ടുള്ള സബറുണ്ട്. അടുത്ത ബാബ് അതാണ്, സബറിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോ ആ വാജിബായിട്ടുള്ള സബർ കാണിക്കാത്തതിന്റെ പേരിൽ എനിക്ക് ഈ നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള പേടിയും അവനുണ്ടാകും. എന്നിട്ട് പറയാണ്, ഫൽ മുഅ്മിനുൽ മുവഹിദ്, ഒരു മുവഹിദായിട്ടുള്ള മുഅ്മിൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദുള്ള ഒരു സത്യവിശ്വാസി, ഫീ കുല്ലി അഹ്വാലിഹി മുലാസിമുൻ ലിൽ ഖൗഫി വറജാ, ഏത് സമയത്തും ഏതവസ്ഥയിലും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിലായിരിക്കും, അതിനോട് ചേർന്നിട്ടായിരിക്കും അവനുണ്ടാവുക. വഹാദാ ഹുവൽ വാജിബ്, അതാണ് നിർബന്ധമായിട്ടുള്ളത്. വഹുവ നാഫിഅ്, അതാണ് ഉപകാരപ്രദമായിട്ടുള്ളത്. വബിഹി തുഹ്സലു സആദ, അതിന്റെ അടിസ്ഥാനത്തിലാണ് സൗഭാഗ്യം ലഭിക്കപ്പെടുക, സൗഭാഗ്യം നേടാൻ സാധിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ്. വയഖ്ശാ അലൽ അബ്ദി വയുഖ്ശാ, അപ്പോ ഇതുവരെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു മുഅ്മിനിന്റെ ഏതവസ്ഥയിലും അവന് പാപം സംഭവിച്ചു, ഭയവും പ്രതീക്ഷ ഉണ്ടാകും. അവന് അള്ളാഹുവിനെ അനുസരിക്കാൻ തൗഫീഖ് ലഭിച്ചു, ഭയവും പ്രതീക്ഷ ഉണ്ടാകും. അവൻ അനുഗ്രഹങ്ങളുടെ നടുവിലാണ്, ഭയവും പ്രതീക്ഷ ഉണ്ടാകും. അവന് മുസീബത്ത് ബാധിച്ചിരിക്കുകയാണ്, ഭയവും പ്രതീക്ഷ ഉണ്ടാകും. ഏത് സന്ദർഭത്തിലും മുഅ്മിൻ എന്തുണ്ടായിരിക്കണം? ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ അവന്റെ അവസ്ഥ പരിതാപകരമാണ്. ഒരിക്കൽ ഹദീസിൽ ഒരു സംഭവം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ പ്രായമില്ലാത്ത യുവാവായിട്ടുള്ള ഒരാളുടെ അടുക്കിലേക്ക് രോഗിയായി കിടക്കുകയാണ്, വളരെ ബുദ്ധിമുട്ടുള്ള രോഗത്തിലാണ്. അതിന് രോഗിയായിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ സന്ദർശിക്കാൻ പോയി. അപ്പോൾ സന്ദർശിക്കാൻ പോയ സമയത്ത് ആ രോഗിയോട് ചോദിച്ചു, അതിന് മുമ്പ് ഒരു ചരിത്ര സംഭവം ഉണ്ട്, ഇപ്പോൾ പറയുന്നില്ല, ഈ ഭാഗം മാത്രമാണ് നമ്മുടെ ആവശ്യമുള്ളതുകൊണ്ട് പറയുന്നത്. ഈ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് നിനക്കിപ്പോൾ തോന്നുന്നത്, എന്താണ് നീ അനുഭവിക്കുന്നത് ചോദിച്ചു. ആ വ്യക്തി പറഞ്ഞു, ശരീരം മുഴുവൻ, എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മുഴുവനായിട്ട് എന്തോ ഒരു വേദന വരുന്നത് പോലെ, എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി മരിക്കാനായിട്ടുണ്ട്, അത് മരണത്തിനോട് അടുത്തിട്ടുള്ളതാണെന്ന്. അപ്പോൾ എന്താണ് നിന്റെ മനസ്സിൽ ഇപ്പോൾ നീ ആഗ്രഹിക്കുന്നത്, എന്താണ് നീ ചിന്തിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ എൻ്റെ പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുമോ എന്ന് പേടിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു നൽകുന്ന പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമയുമില്ല അവന്റെ ഖൽബിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിക്കാതെ എന്തിൽ നിന്നാണോ അവൻ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകുകയും അതുപോലെ തന്നെ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നൽകുകയും ചെയ്യാതെ, അതായത് ഇത് രണ്ടും ഒരുമിച്ചുണ്ട് എങ്കിൽ
നമ്മൾ എന്താണോ പേടിക്കുന്നത് അത് അല്ലാഹു തആല അതിൽ നമുക്ക് രക്ഷ നൽകും. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇനി ഈ അവസ്ഥയ്ക്ക് എതിരായിട്ടുണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എന്താണ്? എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ഭയം മാത്രം, ഒരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷ മാത്രം, അള്ളാഹിനെ കുറിച്ച് ഭയമില്ല. അങ്ങനെയുള്ള അവസ്ഥകളെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി ഇമാം സഅദി റഹിമഹുല്ലാ പറയുന്നത്. ഇവിടെ പറയാണ് വയുഖ്ശ അലൽ അബ്ദി മിൻ ഖുലുഖൈനി റദീലൈൻ, അടിമയിൽ നിന്ന് 2 മോശപ്പെട്ട സ്വഭാവങ്ങൾ അത് ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. അഥവാ ഒരു അടിമ ഭയക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണത്? അഹദുഹുമ, ഒന്നാമത്തേത് അൻ യസ്തവലി അലൈഹിൽ ഖൗഫു ഹത്താ യഖ്നുത മിൻ റഹ്മത്തില്ലാഹി വറൗഹിഹി. ഒന്ന്, അമിതമായിട്ടുള്ള ഭയം. അള്ളാഹുവിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായാലും എന്നെ ശിക്ഷിക്കും, എന്റെ പാപങ്ങൾ പുറത്തു നൽകില്ല, എനിക്ക് നാശമാണ് സംഭവിക്കുക എന്ന നിലക്കുള്ള ഭയം ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് തെറ്റാണ്. അങ്ങനെ ഭയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെയോ റൗഹിനെയോ നിരാശപ്പെടുന്നത് എന്താണ്? വൻപാപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ആ തരത്തിലുള്ള ഭയം ഉണ്ടാകാൻ പാടില്ല. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നമുക്കറിയുന്ന ഒരു സന്ദർഭമാണ്, ഹദീസാണ്, കേട്ട് പരിചയിച്ചതാണ്. 99 ആളെ വധിച്ച ഒരു വ്യക്തിയുടെ ആ ഹദീസിൽ നിന്നുള്ള 100ഓളം ഫായിദകൾ എഴുതിയിട്ട് ഉലമാക്കൾ കിതാബ് എഴുതിയിട്ടുണ്ട്. ആ ഒരൊറ്റ ഹദീസിനുള്ള ഫായിദകൾ എന്ന് പറഞ്ഞിട്ട്. അതായത് ആ വ്യക്തി 99 ആൾക്കാരെ കൊന്നു. എന്നിട്ടൊരു റാഹിബായിട്ടുള്ള അഥവാ ആബിദായിട്ടുള്ള ഒരാളോട് പോയി ചോദിച്ചു, ഞാൻ ഇത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ട്, ഇനി എനിക്ക് എന്ത് കിട്ടും? അള്ളാഹുവിന്റെ പാപമോചനം കിട്ടും, അള്ളാഹിന്റെ തൗബ സ്വീകരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. റാഹിബായ വ്യക്തി ആബിദാണ്, പക്ഷെ ഇൽമില്ല. ആ വ്യക്തി പറഞ്ഞില്ല, ഇത്രയും ആളെ കൊന്ന് നിനക്ക് ഇനി എന്ത് പുറത്തു കിട്ടാനാണ്, നിനക്ക് ഒന്നും ഉണ്ടാവില്ല. ആ ദേഷ്യത്തിൽ അയാളെയും കൊന്നു. അങ്ങനെ 100 ആളെ കൊന്ന ഈ വ്യക്തി ഒരു ആലിമായിട്ടുള്ള ആളുടെ അടുത്ത് പോയി, ഇൽമുള്ള ആളുടെ അടുത്ത് പോയി. അയാൾ ചോദിച്ചു, പറഞ്ഞു പുറത്തു കിട്ടും, സംശയമില്ല, പക്ഷേ നീ ഈ പാപം ചെയ്യുന്ന നിന്റെ ഈ സാഹചര്യത്തിൽ മാറി നിൽക്കണം. ഈ നാട്ടിൽ നിന്ന് പോയി അള്ളാഹുവിനെ അനുസരിക്കുന്ന സൂക്ഷിക്കുന്ന ആളുകളുള്ള നാടുണ്ട്, നീ അവിടെ പോയി താമസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോകുന്ന വഴിക്ക് മരണപ്പെടുകയും പിന്നീട് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മലക്കുകൾ ആരിലേക്കാണ് റൂഹ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള അവസ്ഥ വരികയും പിന്നീട് 2-3 കാര്യങ്ങൾ കാണാം. ഒന്ന്, അദ്ദേഹത്തിന് ആ നല്ല നാട്ടിലേക്കുള്ള വഴി ചുരുക്കി കൊടുത്തു എന്നും, അല്ലെങ്കിൽ ദൂരം നോക്കുന്ന സമയത്ത് ആ നല്ല നാട്ടിലേക്കുള്ള വഴിയായിരുന്നു കുറവ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ റൂഹ് സ്വർഗാവകാശിയുടെ റൂഹുകളുടെ കൂട്ടത്തിൽ എടുത്തു പോകുന്നത്. അപ്പോ പ്രതീക്ഷ നഷ്ടപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പാപം എത്ര ഉയർന്നാലും എത്ര അധികരിച്ചാലും അള്ളാഹുവിന്റെ കാരുണ്യം അതിനേക്കാൾ വലുതാണ്. അപ്പോൾ ഒരിക്കലും അള്ളാഹുവിന്റെ ഭയം ഈ നിലക്ക് കാരുണ്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന പോലെ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് അസ്താനി, അതുപോലെ തന്നെ രണ്ടാമത്തേത് الرجاء حتى يأمن مكر الله وعقوبته فمتى بلغت به الحال إلى هذا فقد ضيع واجب الخوف والرجاء. അതായത് പറയുന്നത് അയ്യതറാജാ ബിഹി الرجاء, അവന് പ്രതീക്ഷ ഉണ്ടാവുകയാണ്, അവനൊരു പ്രതീക്ഷ ഉണ്ടാവണം, പ്രതീക്ഷ അധികരിച്ചു പോവാണ്. ഹത്താ യഅ്മന മക്ര അല്ലാഹു വഉഖൂബതഹു, ഏതുവരെ അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഒരു പേടിയില്ല, അള്ളാഹിനെ ശിക്ഷിക്കുന്ന ഒരു പേടിയില്ല. അവന് എപ്പോഴും എന്ത് പാപം ചെയ്താലും അള്ളാഹ് എനിക്ക് പുറത്തു നൽകും, അള്ളാഹ് റഹ്മാനാണ്, ഞാൻ പാപം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, അള്ളാഹിന്റെ മഗ്ഫിറത്ത് വലുതാണ് എന്ന് പറഞ്ഞ് ശിക്ഷയെക്കുറിച്ചൊരു പേടിയില്ലാത്ത അവസ്ഥ. ഫമതാ ബലഗത് ബിഹിൽ ഹാലു, എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെ അവസ്ഥയാകും ഇലാ ഹാദാ ഫഖദ് ضيع واجب الخوف, ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകും? നിർബന്ധമായിട്ടുള്ള ഭയം അവനിൽ നിന്ന് പോകും. റജാവ് അവന് ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലദൈൻ ഹുമാ മിൻ അക്ബരി ഉസൂലി തൗഹീദ് വാജിബാത്തിൽ ഈമാൻ, അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ പ്രതീക്ഷ എന്താണ്? പഴിച്ചുപോയ അവസ്ഥയിലാകും. അതുപോലെ തന്നെ അവന്റെ ഭയം നഷ്ടപ്പെടുന്ന അവസ്ഥയിലും എത്തും. അങ്ങനെ ഉണ്ടാകും ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. അതായത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഒരു പേടി ഉണ്ടാവില്ല, അള്ളാഹു പുറത്തു നൽകുന്നുള്ള പ്രതീക്ഷയിൽ പരിധി വിട്ട് ജീവിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷ വെക്കാൻ ഏറ്റവും യോഗ്യരാരാണ്? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബികളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വല്ല ജീവികൾ ചത്തു കിടക്കുന്ന കണ്ടാൽ, വല്ല ജീവികളെ കണ്ടു കഴിഞ്ഞാൽ പറയും, നിന്നെ പോലെ ആയിരുന്നെങ്കിൽ, വിചാരണയില്ലാതെ മണ്ണായി പോയിരുന്നെങ്കിൽ എന്ത് ഭാഗ്യമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മുഖത്ത് കവിളിൽ കണ്ണീരിന്റെ 2 അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സിഫത്തുകൾ പറയുന്നിടത്ത് കാണാം. കരഞ്ഞിട്ടുള്ള അടയാളങ്ങൾ, കണ്ണീരൊഴുകിയിട്ട് ഇവിടെ 2 അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്.
കാരണം അത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖബറിനെ കാണുന്ന സമയത്ത് കരഞ്ഞ് താടി നനഞ്ഞ് കുതിരുമാറ് കരയുമായിരുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ കരഞ്ഞുകൊണ്ട് രാത്രി നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുമ്പോൾ യാ ദുനിയാ ഇലൈകി അന്നി എന്ന് പറഞ്ഞ്, ദുനിയാവേ എന്നെ വിട്ടു ദൂരപ്പോ, എന്നെ ഇട്ടു ദൂരപ്പോ, എന്നെ കൊതിപ്പിച്ച് എന്നെ നിന്നിലേക്ക് ആഗ്രഹിപ്പിക്കില്ല, വേറെ ആരിലെടുത്തെങ്കിലും പോയിക്കോ, എന്നെ ഒഴിവാക്കുക എന്ന നിലക്ക് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. ഇവര് സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്. സ്വാദിഖുൽ മസ്ദൂഖ് ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രതീക്ഷ വെക്കണമെങ്കിൽ അവർ വെക്കണമായിരുന്നു. അപ്പോ ഭയത്തിനും പ്രതീക്ഷയ്ക്കും അതിന്റെ രണ്ടേയും പരിധി വിട്ടു പോകുന്നത് ഉണ്ടാകാൻ പാടില്ല. ഇത് മോശപ്പെട്ട കാര്യങ്ങളാണ്. ഇനി പറയാണ്, ഇനി അടുത്ത ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വലിൽ ഖനൂതി മിൻ റഹ്മത്തില്ലാഹി വൽ യഅസ് മിൻ റൗഹി സബബാൻ മഹ്ദൂറാൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശ വരാനും നഷ്ടം സംഭവിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. അതായത് ഒരാൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ നഷ്ടക്കാരനായി പോയി, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് തോന്നാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഗൗരവമുള്ള താക്കീത് നൽകപ്പെടേണ്ട രണ്ട് കാരണങ്ങളുണ്ട്. അത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ രണ്ട് അവസ്ഥകളെ അറിയുള്ളൂ. അതായത് ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് മുഴുവൻ ഭയത്തിലാകുന്ന ആളുകൾ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാര്യം നിരാശപ്പെടുന്ന ആളുകൾ ആ അവസ്ഥ. ഈ അവസ്ഥകളെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഇതിന് ചില കാരണങ്ങളുണ്ട്. ചില പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത്. സത്യത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഈ അവസ്ഥയിലാണ്. പക്ഷെ ആ സബബുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും. അപ്പൊ ആ സബബുകളെ സൂക്ഷിച്ചാലേ ആ അവസ്ഥയിൽ എത്താതെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് എപ്പോഴും നിരാശപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഖനൂത്ത് യഅ്സ് വരുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് أيسرف العبد على نفسه ويتجرع على المحارم فيصر عليها ويصمم على الإقامة على المعصية. أيسرف العبد على نفسه, ഒരടിമ സ്വന്തത്തിനോട് ഇസ്രാഫ് ചെയ്യലാണ് ഒന്നാമത്തെ കാരണം പറയുന്നത്. അതായത് അവൻ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ പാപങ്ങൾ ചെയ്തു പോകുന്നു. ويتجرع على المحارم فيصر عليها, അവൻ ആ പാപങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരിക്കും, അതിൽ അടിമപ്പെട്ട പോയ അവസ്ഥയിലാവും. വയുസമ്മിമ അലൽ ഇഖാമത്തി അൽ മഅസിയ, അവൻ സ്വന്തത്തിൽ തീരുമാനിച്ചുറച്ച അവസ്ഥയിലാവും, ഞാൻ ഈ പാപത്തിൽ തന്നെ പോകുള്ളൂ എന്നുള്ള അവസ്ഥയിൽ അവൻ അതിൽ തുടർന്നുകൊണ്ടേയിരിക്കും. വയഖ്തഅ തമഅഹു മിൻ റഹ്മത്തില്ലാ ലിഅജ്ലി അന്നഹു മുഖീമുൻ അലൽ അസ്ബാബ് التي تمنع الرحمة أسباب التي تمنع الرحمة فلا يزال كذلك حتى يصير له هذا وصفا من خلق لازما. പറയാണ് ويقطع سمعه من رحمة الله, അങ്ങനെ പാപത്തിൽ മുഴുകിപ്പോയിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള ഒരു പ്രതീക്ഷയില്ല, അതൊക്കെ മുറിഞ്ഞു പോകും, എല്ലാ പ്രതീക്ഷയും മുറിഞ്ഞു പോകും. ലിഅജ്ലി അന്നഹു മുഖീമുൻ അൽ അസ്ബാബ്, എന്ത് കാരണത്താൽ? ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളല്ലേ, ഞാൻ ഇതിലൊക്കെ തുടരുന്ന ആളല്ലേ. അൽ അസ്ബാബുല്ലതി തംനഉ റഹ്മ, അള്ളാഹുവിന് കാരുണ്യം ലഭിക്കാനുള്ള കാരണങ്ങളൊന്നും എൻ്റെ അടുത്തില്ല, അതൊക്കെ ഞാൻ എതിരായിട്ടുണ്ട്, അതിനൊക്കെ എതിരായിട്ടാണ് ഞാനുള്ളത്, പിന്നെ എങ്ങനെയാണ് എനിക്ക് കിട്ടുക എന്നുള്ള അവസ്ഥയിലെത്തും. ഫലാ യസാലു കദാലിക്, അങ്ങനെ അവൻ ആ ഒരു അവസ്ഥയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് പാപം ചെയ്യുന്ന ആളുകൾ ചിലർ പറയും, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അള്ളാഹിന്റെ കാരുണ്യം ഉണ്ടാകാൻ പോകുന്നില്ല, കാരണം പാപത്തിൽ മുഴുകിയതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാകും. ഫലാ യസാലു കദാലിക് ഹത്താ യസീറ ലഹു ഹാദാ വസ്ഫൻ വഖുൽഖൻ ലാസിമൻ, അങ്ങനെ തുടർന്ന് അത് അവന്റെ ഒരു വിശേഷണമായി, അവന്റെ ഒരു സ്വഭാവമായിട്ട്, അവന്റെ ഒരു പ്രകൃതമായിട്ട് മാറും. അതായത് പാപം ചെയ്യുക, ഇനിയിപ്പോ ഒന്നും പ്രതീക്ഷിക്കേണ്ട, എന്താ വെച്ചാൽ ആയിക്കോട്ടെ നിലക്ക് അത് അവന്റെ സ്വഭാവമായിട്ട് മാറും. എന്നിട്ട് പറയാണ് വഹാദാ ഗായതു മാ യുരീദുഹു ശൈത്വാനു മിനൽ അബ്ദ്, ഇതാണ് ഒരടിമയുടെ മേലെ പിശാച് ആഗ്രഹിക്കുന്ന അവസാന ലക്ഷ്യം എന്നുള്ളത്. അതായത് ഒരിക്കലും ശൈത്താന് നമ്മളെ കൊണ്ടൊരു പാപം ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ലക്ഷ്യം എന്നുള്ളത് പാപം ചെയ്യിക്കുക എന്നുള്ളതല്ല, ഈ ഒരു അവസ്ഥയിലെത്തണം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തണം. അപ്പോൾ പറയാണ് വഹാദാ ഗായതു മാ യുരീദുഹു ശൈത്വാനു മിനൽ അബ്ദ്, ഒരടിമയിൽ ശൈത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും അന്തിമ ലക്ഷ്യം എന്നുള്ളത് ഇതാണ്. വമതാ വസല ഇലാ ഹാദിൽ ഹദ്, ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു അടിമ എത്തിക്കഴിഞ്ഞാൽ ലം യുർജ ലഹു ഖൈറുൻ ഇല്ലാ ബിതൗബത്തിൻ നസൂഹിൻ വഇഖ്ലാഇൻ ഖവിയ്യിൻ, അവനിൽ നിന്ന് പിന്നെ ഒരു നന്മയും പ്രതീക്ഷിക്കാനുണ്ടാവില്ല. എന്തുകൊണ്ടല്ലാതെ? നസൂഹായിട്ടുള്ള ഒരു തൗബ അവനിൽ നിന്നുണ്ടായാലല്ലാതെ. അതുപോലെ തന്നെ ഒരു ഖവിയായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ഇഖ്ലാ, ഇനി ഞാൻ ആ പാപങ്ങളിലേക്ക് മടങ്ങില്ല എന്ന ദൃഢമായ ഒരു നിശ്ചയവും ആത്മാർത്ഥമായിട്ടുള്ള തൗബയും കൊണ്ടല്ലാതെ അവന് പിന്നെ അതിൽ നിന്നുണ്ടാവില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം.
പാപങ്ങൾ മുഴുകുക. പല പണ്ഡിതന്മാരും ഇപ്പോൾ ഉലമാക്കളോടൊക്കെ പാപങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ പാപങ്ങളുടെ അപകടം, ആ പാപം എന്നുള്ളതല്ല പറയാ, ആ പാപം കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്ന കാര്യം ഇതായിരിക്കും. പാപം കൊണ്ട് അള്ളാഹുവിലുള്ള ഈമാനിന്റെ അടിസ്ഥാനമായിട്ടുള്ള അള്ളാഹുവിന്റെ ഭയവും പ്രതീക്ഷയും വെക്കേണ്ടടുത്ത് വെക്കാൻ സാധിക്കാതെ നഷ്ടക്കാരനായി തീരും എന്നുള്ളതാണ് അതിന്റെ ഗൗരവം. രണ്ടാമത്തെ കാരണം പറയാണ്, ഇതാണ് ഒന്നാമത്തെ കാരണം, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിരാശപ്പെടാൻ പാപങ്ങളിൽ മുഴുകി അതിലായി പോകുന്നത്. രണ്ടാമത്തെ കാരണം അസ്സാനി يقوى خوف العبد بما جنت يداه من الجرائم ويضعف علمه. അതായത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരടിമക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൂടിപ്പോവും. ഭയം വല്ലാതെ അങ്ങോട്ട് കൂടിപ്പോവും. വല്ലാത്ത അവസ്ഥയിലായിരിക്കും. എന്തിനുകൊണ്ട്? അവൻ ചെയ്ത പാപങ്ങൾ കാരണത്താൽ. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്ത പാപങ്ങൾ കാരണത്താൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവന് കൂടിപ്പോകും. വയദഉഫ് ഇൽമുഹു, അവന്റെ ഇൽമ് കുറഞ്ഞു പോകും. ബിമാ ലില്ലാഹി മിൻ വാസിഇർ റഹ്മതി വൽമഗ്ഫിറതി വളന്നി ബിജഹ്ലിഹി അന്ന അല്ലാഹ ലാ യഗ്ഫിറു ലഹു. അവന് ചെയ്ത പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ തൊട്ടും മഗ്ഫിറത്തിനെ തൊട്ടൊക്കെ അവന് നിരാശ വരാൻ തുടങ്ങും, പ്രതീക്ഷ നഷ്ടപ്പെടും. അതുപോലെ തന്നെ വളന്നി ബിജഹ്ലിഹി അന്ന അല്ലാഹ മിൻ വാസി റഹ്മത്തി വൽ മഗ്ഫിറ വളന്ന ബിജഹ്ലിഹി, അവന്റെ ജഹ്ല് കൊണ്ട് അവൻ വിചാരിക്കും അന്ന അല്ലാഹ ലാ യഗ്ഫിറു ലഹു വലാ യർഹമുഹു വലൗ താബ വഅനാബ. അവൻ വിചാരിക്കും ഇനി ഞാൻ എത്ര തൗബ ചെയ്ത് മടങ്ങിയാലും എത്ര പശ്ചാത്തപിച്ച് മടങ്ങിയാലും അള്ളാഹ് എനിക്ക് എന്ത് ചെയ്യില്ല, പുറത്ത് നൽകില്ല, അള്ളാഹ് എനിക്ക് എന്ത് നൽകില്ല, കാരുണ്യം ചൊരിയില്ല എന്ന അവസ്ഥയായിരിക്കും. വതളഉഫു ഇറാദതുഹു ഫയയഅസ മിനർ റഹ്മ. അങ്ങനെ അവന്റെ നിയ്യത്ത് ദുർബലമായി പോകും. അഥവാ തൗബ ചെയ്യാനുള്ള നിയ്യത്ത് ദുർബലമായി പോയിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അവന് നിരാശ വരും. വഹാദാ മിനൽ മഹാദീരി الضارة الناشئة من ضعف علم العبد بربه. ഇതൊരു അടിമക്ക് അവന്റെ റബ്ബിനെ കുറിച്ചുള്ള അറിവിലെ കുറവ് കൊണ്ട്, ദുർബലത കൊണ്ട് ഒരുത്തന് സംഭവിക്കുന്ന കാര്യമാണ്. വമാ ലഹു മിനൽ ഹുഖൂഖ്, അതുപോലെ തന്നെ അള്ളാഹുവിന് നൽകേണ്ട അവകാശങ്ങളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. വമിൻ ضعف النفس وعجزها ومهانتها, സ്വന്തം നഫ്സിന്റെ ദുർബലത കൊണ്ട് അവന് സംഭവിക്കുന്നതാണ്. അതായത് ഈ ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് പാപം ചെയ്ത് അതിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നത് പോലെ തന്നെ ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൂടിപ്പോയിട്ട് അള്ളാഹുവിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഫലൗ അറഫ ഹാദാ റബ്ബഹു, അവന്റെ റബ്ബിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വലം യുഖല്ലിദ് ഇലൽ കസലി ലിഇൽമി, അവൻ ഈ മടിയിലേക്ക് അഥവാ പിന്നെ ഈ ഒരു ഭയം ഉള്ള അവസ്ഥയിൽ നിന്ന് മാറുമായിരുന്നു, അവൻ അതിൽ മുഴുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ലഅലിമ അന്ന അദ്നാ സഅയിം യൂസിലുഹു ഇലാ റബ്ബിഹി വഇലാ റഹ്മതിഹി വജൂദിഹി വകറമിഹി. അവൻ മനസ്സിലാക്കുമായിരുന്നു ചെറിയൊരു പരിശ്രമം, അടിമയിൽ നിന്നുള്ള ഒരു ചെറിയ പരിശ്രമമോ ചെറിയ നന്മയോ ഉണ്ടായാൽ മതി, അത് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിനും കാരുണ്യത്തിനും ഔദാര്യത്തിനുമെല്ലാം മതിയാകുമെന്ന് അവൻ അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ അവസ്ഥ അവന് സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ ഈ രണ്ട് അവസ്ഥയിലും ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് കാര്യം ഉണ്ടായോ, ഒന്ന് പ്രതീക്ഷ കൂടുതലായി, അഥവാ പ്രതീക്ഷ കാരണം പാപം ചെയ്തിട്ട് നിരാശ വന്നു പോകുന്ന അവസ്ഥയുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് നിരാശ വരുന്ന അവസ്ഥയുണ്ട്. ഈ രണ്ടു കൂട്ടത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വലിൽ അംരി മിൻ മക്രില്ലാഹി അയ്ളൻ സബബാനി മുഹ്ലിക്കാൻ. ഇനി അള്ളാഹുവിന്റെ ഭയത്തെ കുറിച്ച് പേടിയില്ലാതുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇപ്പോ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടാനുള്ള രണ്ട് കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി അള്ളാഹുവിന്റെ ഭയത്തെ തൊട്ട് നിർഭയത്വമായിട്ട് ജീവിക്കാൻ, ഭയമില്ലാതെ ജീവിക്കുന്നതിനും രണ്ട് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? അഹദുഹുമ, ഒന്നാമത്തേത് ഇഅറാദുൽ അബ്ദി അനിദ്ദീനി വഗഫ്ലതിഹി അൻ മഅരിഫതി റബ്ബിഹി വമാ ലഹു മിനൽ ഹുഖൂഖി. ഒരടിമ അവൻ പിന്തിരിഞ്ഞു പോകുന്നു, അവന്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്നു, ആ ദീനിനെ കുറിച്ച് അശ്രദ്ധയുള്ളവനാകുന്നു, അള്ളാഹുവിനോടുള്ള ബാധ്യതയെക്കുറിച്ച് അറിവില്ലാത്തവനാകുന്നു. വതഹാവുനുഹു ബിദാലിക ഫലാ യസാലു മുഅ്രിദൻ ഗാഫിലൻ മുഖസ്സിറൻ അനിൽ വാജിബാത്ത്. അങ്ങനെ അവൻ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്ന് അതിനെ ഒരു വില കൊടുക്കാതെ അവൻ മുന്നോട്ട് പോയി അശ്രദ്ധനായിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ കുറവ് വരുത്തിയ അവസ്ഥയിലായി പോകുന്നു. മുൻഹമിക്കൻ ഫിൽ മുഹറമാതി ഹത്താ യദ്മഹില്ല ഖൗഫുല്ലാഹി മിൻ ഖൽബിഹി. അങ്ങനെ അവൻ ഹറാമുകളിൽ മുഴുകും. അതായത് ദീനിനെ കുറിച്ച് ശ്രദ്ധയില്ലാതെ പോയിട്ട് അവൻ ഹറാമിൽ വീഴും.
അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവന്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകും. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയോ? ഈ ദീനിയായ ഉത്ബോധനങ്ങളും അതുപോലെ തന്നെ ദീനിയായിട്ടുള്ള ഒരു മേഖലയിലുള്ള ഇൽമ് കേൾക്കലും ഖുർആനിന്റെ ഉത്ബോധവും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതൊന്നും ഇല്ലാത്തെന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കൽബിൽ നിന്ന് എന്താവും? അള്ളാഹിനെ കുറിച്ചുള്ള ഭയം പോവും. അപ്പൊ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നകന്നകന്ന് പോയി അശ്രദ്ധയിലായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ലാതെ അവന്റെ കൽബിൽ നിന്ന് ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാവും. വലാ യബ്ഖാ ഫീ ഖൽബിഹി മിനൽ ഈമാനി ശൈഉൻ, അങ്ങനെ അവന്റെ കൽബിൽ ഈമാനിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. ലിഅന്നൽ ഈമാന യഹ്മിലു അലാ ഖൗഫില്ലാഹി വ ഖൗഫി ഇഖാബിഹി ദുനിയവി വൽ ഉഖ്റവി. ഒരാളുടെ ഈമാൻ നിലനിൽക്കുന്നത് എന്തിന്റെ മേലെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുറിച്ചുള്ള ഭയവും ദുനിയവിയും ഉഖ്റവിയുമായിട്ടുള്ള വിഷയങ്ങളിൽ ശിക്ഷ ലഭിക്കുമോ എന്നുള്ള പേടിയുടെയും മേലെയാണ് ഈമാൻ നിലനിൽക്കുന്ന ഒരു ഭാഗം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ദീനിൽ നിന്ന് പഠിക്കാതെ ദീന് കേൾക്കാതെ ഗഫ്ലത്തിലും അശ്രദ്ധയിലുമായിട്ട് പോയി കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അവനെന്താകും? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഭയമില്ലാത്ത അവസ്ഥയുണ്ടാകും. രണ്ടാമത്തെ കാരണം അസ്സബബു സാനി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അയ്യകൂനൽ അബ്ദു ആബിദൻ, ഒരടിമ നല്ല ആബിദായിരിക്കും, അള്ളാഹിനെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആളായിരിക്കും. ജാഹിലൻ, പക്ഷെ ജാഹിലായിരിക്കും. മുഅ്ജിബൻ ബിനഫ്സിഹി, അവൻ സ്വന്തത്തിൽ എന്തായിരിക്കും? അത്ഭുതം കൂറുന്നവനായിരിക്കും. സ്വന്തത്തിൽ അവൻ കുറെ ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, പക്ഷെ സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നവനായിരിക്കും. മഗ്റൂറൻ ബിഅമലിഹി, അവന്റെ മുഅ്ജബൻ ബിനഫ്സിഹി മഗ്റൂറൻ ബിഅമലിഹി, അവന്റെ കർമ്മങ്ങളുടെ മേലെ അവൻ വഞ്ചിതനായിട്ടുണ്ടാവും. ഞാൻ കുറെ ചെയ്യുന്ന ആളാണല്ലോ, ഞാൻ കുറെ നിസ്കരിക്കുന്നുണ്ട്, കുറെ ഇബാദത്ത് ചെയ്യുന്നു, കുറെ സ്വതക്ക കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അവന്റെ അമലിന്റെ മേലെ നല്ല ഇത് ചെയ്യുന്ന ആളായിരിക്കും. എന്നിട്ട് പറയാണ് ഫലാ യസാലു ബിഹി ജഹ്ലുഹു ഹത്താ യുദില്ല ബിഅമലിഹി വയസൂലൽ ഖൗഫ് അൻഹു. ആ അവസ്ഥ അതിൽ അവൻ തുടർന്നുകൊണ്ടേയിരിക്കും, അവന്റെ ജഹല് തുടർന്നുകൊണ്ടേയിരിക്കും. അത് അവനൊരു ന്യായീകരണമായ അവസ്ഥയാണ്. അത് അവന്റെ അമലൊക്കെ അവന് ഭയങ്കര പെരുമായിട്ട് തോന്നും. അത് അമലുകൊണ്ട് അവന് സർവ്വ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അവസ്ഥയിൽ അവനെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും? അവന്റെ ഉള്ളിൽ നിന്നും ആ ഭയം നീങ്ങിപ്പോകും. അവന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ആ ഭയം നീങ്ങിപ്പോകും. വയറ അന്ന ലഹു ഇൻദല്ലാഹിൽ മഖാമാത്തിൽ ആലിയ, അവന് സ്വന്തത്തിൽ തോന്നും എനിക്ക് അള്ളാഹിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട്. അവൻ കുറെ ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് അവൻ സ്വന്തത്തിൽ തോന്നും അള്ളാഹിന്റെ അടുക്കൽ ഞാൻ നല്ല ആളാണ്, ഞാൻ നന്നായി ജീവിക്കുന്ന ആളാണ്, എനിക്ക് നല്ല സ്ഥാനമുണ്ട് അവൻ തോന്നും. ഫയസീറു ആമിനൻ മിൻ മക്രില്ലാ, അങ്ങനെ അവൻ അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയനായിത്തീരും. സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവന് പിന്നെ അള്ളാഹിനെ കുറിച്ച് പേടി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എത്ര നരകത്തെ പറഞ്ഞ് കേട്ടാലും ഇത് അവർക്കുള്ളതല്ലേ, എനിക്കുള്ളതല്ലോ, അത് കാഫിരിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ, അത് മുശ്രിക്കുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ, ഞാൻ ഇതൊക്കെ എന്നേ രക്ഷപ്പെട്ട ആളല്ലേ എന്ന നിലയ്ക്ക് അവൻ നിർഭയനായി തീരും. മുത്തക്കിലൻ അലാ നഫ്സിഹി വഈഫത്തിൽ മുഹീന, ദുർബലമായിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത സ്വന്തത്തിന്റെ മേലെ അവൻ ആശ്രയിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാത്ത അവസ്ഥയിലാകും. വമിൻ ഹുന, ആ ഒരു അവസ്ഥയിൽ യുഖ്ദലു വയുഹാലു ബൈനഹു വബൈന തൗഫീഖ് ഇദ് ഹുവ അല്ലദീ ജനാ അലാ നഫ്സിഹി. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അവന് ലഭിക്കുന്ന തൗഫീഖുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും. അവന്റെ ഇബാദത്തുകളിൽ അതുപോലെയുള്ള ഓരോ കാര്യങ്ങളിലും അവന്റെ സ്വന്തം കൊണ്ട് ചെയ്ത ഈ അക്രമം കാരണത്താൽ അവന് ലഭിച്ച തൗഫീഖുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാം. എന്നിട്ട് പറയാണ് ഫബിഹാദ തഫ്സീൽ തഅരിഫു മുനാഫാത ഹാദിഹി അൽഉമൂർ ലിത്തൗഹീദ്. നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതോടുകൂടി തൗഹീദിന് ഈ വിഷയങ്ങളുമായി ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഇതെന്താണ്, തൗഹീദിന് ഏത് മേഖലയിലാണ് ഭയവും പ്രതീക്ഷയും ഇതിൽ കൃത്യമായി ഇല്ലാതെയാകുമ്പോൾ തൗഹീദിനെതിരാകുന്നത് എങ്ങനെയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ നല്ല രീതിയിലാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ഒരു ബാബിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഓരോ മേഖലയിലും അതിന്റെ അവസ്ഥകളെയും അതിന്റെ സാഹചര്യങ്ങളെയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാരണങ്ങൾ നമ്മിൽ ഉണ്ടാകാതെ നോക്കിയാൽ ഇതിൽ തൗഹീദിനെതിരാകുന്ന അവസ്ഥ എന്താണ്? റജായിലും ഖൗഫിലും എന്താണോ നമ്മൾ എടുക്കേണ്ട നിലപാട് അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, നമ്മുടെ തൗഹീദിനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത ബാബു മിനൽ ഈമാനി ബില്ലാഹ് അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ തൗഹീദിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ഖദറിൽ സബർ ഉണ്ടാവുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്ന കാര്യങ്ങളിൽ സബർ ഉണ്ടാവുക എന്നുള്ളത് ഈമാനിന്റെ അല്ലെങ്കിൽ തൗഹീദിൽപ്പെട്ടതാണ് എന്നാണ് ഈ ബാബിന്റെ വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ടത് സബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും
ക്ഷമ എന്നുള്ള മലയാളം വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം സ്വബർ എന്നുള്ള അറബി പദത്തിന് അല്ലെങ്കിൽ ഇസ്തിലാഹിയായിട്ട് ദീനിൽ ഉപയോഗിക്കുന്ന സ്വബർ എന്നുള്ള പദത്തിനോട് ഒരു പരിപൂർണമായിട്ടുള്ള രീതിയിൽ യോജിക്കുന്ന ഒരു വാക്കല്ല. സ്വബർ എന്നുള്ളതിന്റെ തഅരീഫ് ഹബ്സുൻ നഫ്സി അലാ മാ തക്റഹു അല്ലെങ്കിൽ ഹബ്സുൻ നഫ്സി അലൽ മകാരിഹ് എന്നെല്ലാം പറയുന്നത്. അതായത് അവന് വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യത്തിൽ അഥവാ നഫ്സിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ നഫ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. നഫ്സിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ നഫ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സ്വബറിന്റെ അർത്ഥം. അതായത് എന്തെങ്കിലും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്, സ്വന്തത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. രണ്ടു മൂന്ന് തരത്തിലെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയുന്നത് പോലെ സ്വബറിന് 3 ഇനങ്ങളാണുള്ളത്. 3 ഇനങ്ങൾ. ഒന്നെന്താണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള സ്വബർ. 2, അള്ളാഹുവിന്റെ പാപങ്ങൾ ഒഴിവാക്കുന്നതിലുള്ള സ്വബർ. 3-മത്തേത് അള്ളാഹുവിന്റെ ഖദറിലുള്ള സ്വബർ. അതാണ് ഈ ബാബിൽ പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള സ്വബർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ആശയത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കാൻ നഫ്സ് എന്താവൂല, ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ആ അനുസരിക്കുന്ന വിഷയത്തിൽ നഫ്സ് ഇഷ്ടക്കേട് കാണിക്കുമ്പോൾ അതിൽ ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട്, അവന് വെറുപ്പുണ്ടാകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം സഹിച്ചുകൊണ്ട് നഫ്സിനെ പിടിച്ചു നിർത്തുന്നതിനാണ് സ്വബർ എന്ന് പറയുക. ഇപ്പോൾ ഫജ്റിന് ജമാഅത്തിന് മസ്ജിദിലേക്ക് വരാൻ, അല്ലെങ്കിൽ 5 വഖ്ത് ജമാഅത്തിന് മസ്ജിദിൽ പോകാൻ, സക്കാത്ത് കൊടുക്കാൻ, നിർബന്ധമായിട്ടുള്ള നോമ്പ് നോൽക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിലെന്താണോ ബുദ്ധിമുട്ട് അതിനെ പിടിച്ചു നിർത്തുക. അല്ലെങ്കിൽ നഫ്സിന് ഇഷ്ടമല്ലാതെ ആ നഫ്സിനെ അതിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതായത് കുറച്ച് ബുദ്ധിമുട്ട് അത് പിടിച്ചു നിർത്തുക. പാപത്തിൽ കാണിക്കുന്ന സ്വബർ എന്ന് പറഞ്ഞാൽ എന്താ? ആ പാപത്തിനോട് നഫ്സിന് താല്പര്യം ഉണ്ടാകും, അല്ലെങ്കിൽ പല ഇഷ്ടമുണ്ടാകും. അപ്പൊ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നഫ്സിന് ഇഷ്ടമുള്ള കാര്യം എന്താണ്? പാപം ചെയ്യുക എന്നുള്ളതാണ്. നഫ്സിന് ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? പാപം ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ പാപം ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറച്ച് വിഷമങ്ങൾ അനുഭവിക്കുക. നമ്മൾ വലിയൊരു പാപം ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടാവുക, അതിനുള്ള എല്ലാ സാഹചര്യം വരിക, അതിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കണം, പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തണം. ആ ഒരു പിടിച്ചു നിർത്തലിനാണ് സ്വബർ എന്ന് പറയുന്നത്. 3-മത്തേതാണ് സ്വബർ അലാ അഖ്ദാരില്ല എന്ന് പറയുന്നത്. അള്ളാഹു വിധിക്കുന്ന കാര്യങ്ങൾ അതെന്താകട്ടെ അതിൽ ക്ഷമിക്കുക എന്നുള്ളത്. എത്ര വലിയ മുസീബത്താണെങ്കിലും അതിൽ ക്ഷമിക്കുക എന്നുള്ളത്, അതിൽ നഫ്സിനെ പിടിച്ചു നിർത്തുക, അത് അള്ളാഹുവിന്റെ ഖദറാണ് എന്നിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത്. ഇതിൽ ഒരായത്താണ് ആദ്യത്തിൽ കൊടുക്കുന്നത്. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു തഗാബുനിലെ 11-ാമത്തെ ആയത്തിൽ, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, ഈമാൻ ഉള്ളത്, അവന്റെ ഖൽബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നതാണ് എന്ന്. ഖാല അൽഖമ, താബിഈ പണ്ഡിതനാണ് അൽഖമ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുകയാണ്, ഹുവ റജുലു തുസീബുഹു അൽ മുസീബ ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹ് ഫയർദാ വയുസല്ലിമു. അവന് ഒരു വ്യക്തി, അവന് അവനൊരു മുസീബത്ത് ബാധിക്കുകയാണ്, പക്ഷെ അവനറിയാം ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അവനറിയാം, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അവനറിയാം. ഫയർദാ വയുസല്ലിം, അവൻ അതിൽ തൃപ്തിപ്പെടുകയും അതിൽ എന്താവും, കീഴൊതുങ്ങുകയും ചെയ്യും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസീബത്ത് ബാധിച്ചവന് അവൻ അതിൽ അള്ളാഹുവിൽ നിന്നാണെന്ന് അവനറിയാം, അതിൽ തൃപ്തിപ്പെട്ട് അതിൽ കീഴൊതുങ്ങുന്നവന്, അതാണ് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് അൽഖമ റഹിമഹുല്ലാഹ് ഇതിന്റെ തഫ്സീറിൽ പറയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസീബത്ത് ബാധിച്ചാൽ ഒരു മനുഷ്യൻ എടുക്കുന്ന നിലപാടുകളിൽ പല ദറജകളുണ്ട്. പല ദറജകളിലായിക്കൊണ്ടാണ് ഒരു മുസീബത്ത് ബാധിച്ചാൽ ഒരു മനുഷ്യൻ നിലപാടെടുക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുസീബത്ത് ഒരാൾക്ക് ബാധിച്ചു, അവൻ കാഫിറാണെങ്കിൽ അവൻ നിഷേധത്തിന്റെ വാക്കും നിഷേധത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അവൻ മുനാഫിഖാണെങ്കിൽ അവന് നിഫാഖ് പുറത്തു കാണും. ഇപ്പൊ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ, ഉഹദ് യുദ്ധത്തിലോ മറ്റോ സന്ദർഭത്തിൽ മുനാഫിഖുകളുടെ നിഫാഖ് എപ്പോഴാണ് പുറത്തു വരിക? മുസ്ലിമുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാധിച്ചാലും. അപ്പോൾ പറയും, നിങ്ങളോട് അപ്പോഴേ പറഞ്ഞല്ലേ, നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോയിട്ടല്ലേ. എന്തെങ്കിലും നല്ലത് വിജയിച്ചു വന്നാലോ, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയാം. അപ്പോ ആ പരീക്ഷണം വരുമ്പോ അവരെ നിഫാഖ് പുറത്തു വരും. ഇനി സാധാരണ ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അസ്വബുറുൽ വാജിബ്. ഒരു മുസ്ലിമാണോ അവന്റെ മേലെ നിർബന്ധമാണ് അവൻ ക്ഷമിക്കണം. ഈ കുഫാറുകളും മുനാഫിക്കുകളും ചെയ്യുന്നത് പോലെ കുഫറിന്റെ വാക്ക് പറയുകയോ നിഫാഖിന്റെ വാക്കുകൾ പറയുകയോ അവന് പാടില്ല, അത് ചെയ്യാൻ പാടില്ല. നിർബന്ധമായിട്ടുള്ള ക്ഷമ അവനുണ്ടായിരിക്കണം. അത് പിടിച്ചു നിർത്തണം നഫ്സിനെ. അതിനു മുകളിൽ ഈമാനുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അദ്രിവ എന്ന് പറയുന്നത്, തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൃപ്തിപ്പെടും, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു മുസീബത്ത്, അള്ളാഹു ഒരു മുസീബത്ത് അവനെ ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവൻ തൃപ്തിപ്പെടും.
തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വബറും തൃപ്തി തമ്മിൽ വ്യത്യാസം എന്താ? സ്വബറും റിളയും തമ്മിൽ വ്യത്യാസം എന്താ? സ്വബറിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതായത് നമ്മളൊരു കാര്യം ക്ഷമിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ഉള്ളിൽ വിഷമം ഉണ്ടാകുന്നതിനാ സ്വബർ എന്ന് പറയാം. റിള എന്ന് പറഞ്ഞാലോ ആ വിഷമം ഉണ്ടാവില്ല. അതങ്ങനെ അതിലോട് പൂർണ്ണമായി തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഇനി അതിനേക്കാൾ മുകളിലുള്ള ഇഹ്സാനിന്റെയും അതുപോലെ തന്നെ ഒന്നുകൂടി ഉന്നതമായ ദർജയിലുള്ളവർ ഹംദ് ചെയ്യും. മുസീബത്ത് ബാധിച്ചാൽ അവർ ഹംദ് ചെയ്യും. അൽഹംദുലില്ലാ എന്ന് പറയും. നാവുകൊണ്ട് അവർ അൽഹംദുലില്ലാ എന്ന് പറയും. ധാരാളം ഉദാഹരണങ്ങൾ ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. സ്വന്തം മകൻ മരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, അതുപോലെ ബാക്കി ഏതെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, അവർ ഹമ്മാദീങ്ങളാണ്, അവർക്ക് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദുണ്ട് എന്നെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനേക്കാൾ മുകളിലുള്ള ആളുകളുണ്ട്. അള്ളാഹുവിന്റെ തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ വലിയകൾ അവർ ശുക്ർ കാണിക്കും. ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു നിഅമത്ത് ലഭിച്ചാൽ നന്ദി കാണിക്കുന്നത് പോലെ അവർ നന്ദി കാണിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവർ നന്ദി കാണിക്കും, ശുക്ർ കാണിക്കും. എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചാൽ നന്ദി കാണിക്കുമല്ലോ. അതുപോലെ ഈ മുസീബത്ത് എനിക്ക് ബാധിച്ചതിന് പിന്നിൽ എനിക്കറിയാത്ത ഒരുപാട് ഖൈർ ഈ ലോകത്തോ പരലോകത്തോ വെച്ചിട്ടുണ്ട് എന്ന് അവന്റെ ഈമാൻ കൊണ്ട് മനസ്സിലാക്കി അവൻ അതിന് നന്ദി കാണിക്കും. അള്ളാഹുവിന്റെ വലിയകൾക്ക് സാധിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ മുകളിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുത്തിട്ടുള്ള ആളുകൾ, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതാണ്. ഇതൊക്കെ ഉണ്ടാകും. അതോടൊപ്പം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം അവർക്ക് വർദ്ധിക്കും, അവർക്ക് മുസീബത്ത് ബാധിക്കുമ്പോൾ. ഇങ്ങനെ പല ദർജകളിലായിട്ട് ഒരു മനുഷ്യൻ അവൻ അനുഭവിക്കുന്ന മുസീബത്തുകൾ എടുക്കുന്ന നിലപാടുകളിൽ ആളുകളുണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ തിബ്ബുൻ നബവിയുടെ ബാബിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ സ്വബർ വാജിബായതാണ് സാധാരണ ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എക്സ്ട്രാ ആണ്. ബാക്കിയുള്ളത് ഒരാളുടെ ഈമാന്റെ അവസ്ഥ അനുസരിച്ച് ഓരോ ആളുകൾ ഓരോ ദർജയിലായിരിക്കും. പക്ഷേ നിർബന്ധമായി നമുക്കുള്ള എന്താണ്? അതായത് ഇപ്പോൾ നിസ്കാരം 5 വക്ത് നിസ്കാരം നിസ്കരിക്കുക എന്താണ്? നമ്മുടെ മേലെ നിർബന്ധമാണ്. അതിന് മേലെയുള്ളത് ഒരാളുടെ ഈമാന്റെ അളവ് അനുസരിച്ച് റവാതിബ് സുന്നത്തുകൾ ഉണ്ടാകും, ദുഹാ നിസ്കാരം ഉണ്ടാകും, രാത്രി നിസ്കാരം ഉണ്ടാകും, അതുപോലെ ഉണ്ടാകും. ഇപ്പൊ സക്കാത്ത് കൊടുക്കലാണ് മുസ്ലിമിനെ നിർബന്ധമായിട്ടുള്ളത്. അതിന് പുറമെ സദഖ കൊടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരാളുടെ ഈമാൻ അനുസരിച്ച് വ്യത്യാസപ്പെടും. അതുപോലെ റമദാനിലെ നോമ്പാണ് നിർബന്ധമായിട്ടുള്ളത്. അതിന് പുറമേയുള്ള നോമ്പുകൾ ഒരാളുടെ ഈമാൻ അനുസരിച്ച് ചിലപ്പോൾ അറഫ നോമ്പും മുഹറമിലെ നോമ്പും നോൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തിങ്കളും വ്യാഴം നോൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മാസത്തിൽ 3 ദിവസം ഓരോ ഈമാൻ അനുസരിച്ചും കഴിവനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ പറഞ്ഞത് സ്വബറുൽ വാജിബ് നമ്മുടെ മേലെ ഉണ്ടായിരിക്കണം. അതാണ് ഈ ബാബിൽ പറയുന്നത്. ഞാൻ അതിന്റെ അപ്പുറത്തേക്കുള്ളത് ഈമാനിന്റെയും തൗഹീദിന്റെയും ശക്തി അനുസരിച്ച് ആളുകൾ വ്യത്യാസപ്പെടുന്നു മാത്രം. അപ്പോൾ ഖദറിലുള്ള സ്വബറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ബാബിൽ കൊടുത്തിട്ടുള്ള അസറുകളിലെല്ലാം പറയുന്നത്. അടുത്ത് പറയുന്നത് വഫി സഹീഹ് മുസ്ലിം അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇസ്നതാനി ഫിന്നാസി ഹുമാ ബിഹിം കുഫ്റുൻ, 2 കാര്യങ്ങൾ അത് ആളുകളിൽ ഉള്ളത് കുഫ്റാണ് എന്നുള്ളത്. അഥവാ കുഫ്ർ പോലെ ഗൗരവമുള്ള തെറ്റാണ്, അല്ലെങ്കിൽ കാഫിര്യങ്ങളുടെ സ്വഭാവമാണ് എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ ഇത് ചെയ്തവൻ ദീനിൽ നിന്ന് പുറത്തായി എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അത്ര ഗൗരവമുള്ള തെറ്റാണ്. അത്തഅനു ഫിന്നസബ്, ഒരാളുടെ കുടുംബ പാരമ്പര്യത്തെ ഇകഴ്ത്തി കാണുക എന്നുള്ളത്. വേറൊരാളുടെ കുടുംബ പാരമ്പര്യത്തെ പറ്റി ആ പാരമ്പര്യത്തെ പറഞ്ഞുകൊണ്ട് ഇകഴ്ത്തി പറയുക, അതിനെ കുറ്റം പറയുക, അതിന്റെ ന്യൂനതകൾ പറയുക, അങ്ങനെ ചെയ്യുക എന്നുള്ളത്. 2 വന്നിയാഹതു ഫിൽ മയ്യിത്ത്, മയ്യിത്തിന്റെ മേലെ നിയാഹത്ത് ചെയ്യുക. നിയാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പൊട്ടിക്കരഞ്ഞുകൊണ്ട് കവളത്തടിച്ച് നെഞ്ച് കീറി നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞ് ബഹളമുണ്ടാക്കി കരയുന്ന അവസ്ഥയെ നിയാഹത്ത് പറയാം. ഇതോട് തുടർന്നുകൊണ്ടുള്ള ഒരു അസർ കൂടി വായിക്കാം, എന്നിട്ട് 2 കൂടി പറയാം. വലഹുമ അൻ ഇബ്നു മസ്ഊദ് മർഫൂഅൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂആയി കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ലൈസ മിന്നാ മൻ ضرب الخدود وشق الجيوب ودعا بدعوى الجاهليه, നമ്മിൽപ്പെട്ടവനല്ല കവിളത്തടിച്ച് കരയുന്നവനും നെഞ്ചത്തടിച്ച് വസ്ത്രം കീറുന്നവനും അതുപോലെ തന്നെ ജാഹിലിയ കാലത്ത് ആളുകൾ മരണപ്പെട്ടാൽ നിലവിളിച്ച് കരയുന്നത് പോലെ കരയുന്നവരും എന്ന് പറയാണ്. അതായത് ഇതിൽ ഈ ബാബുമായി പോയിട്ടുള്ള ഭാഗം വനിയാഹത്തു അൽ മയ്യിത്ത, മയ്യിത്തിന്റെ മേലെ നിലവിളിച്ച് കരയുക എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഒരു ഈമാനുള്ള ഒരു വ്യക്തിയുടെ തന്നെ അവന്റെ ഈമാനിന്റെ ശക്തി ദുർബലപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അവന്റെ ആ ഒരു സ്വബർ നഷ്ടപ്പെടുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ മരണമായിരിക്കും. അവന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ചിലപ്പോൾ അവന്റെ ഉമ്മയാകാം, ഉപ്പയാകാം, മക്കളാകാം, ഭാര്യയാകാം, അല്ലെങ്കിൽ എന്ത് നഷ്ടങ്ങളാവട്ടെ അതാകും.
അത് ആ നിമിഷത്തിൽ അത് അള്ളാഹുവിന്റെ ഖദറാണ്, ഇത് അള്ളാഹു വിധിച്ചതാണ് എന്നുള്ള രീതിയിൽ ക്ഷമിക്കാതെ അതിന്റെ പേരിൽ നിലവിളിച്ച് അതുപോലെ തന്നെ നെഞ്ചത്തടിച്ച് മുഖത്തടിച്ച് ആ രീതിയിൽ ശബ്ദമുണ്ടാക്കി കരഞ്ഞ് ആ രീതിയിൽ പരിധി വിട്ടുപോകുന്നത്, കണ്ണിൽ നിന്ന് കണ്ണീര് വരിക എന്നുള്ളത് തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമകന്റെ മരണസമയത്ത്, തന്റെ മകന്റെ മരണസമയത്തെല്ലാം അവരുടെ ശരീരങ്ങൾ മടിയിൽ വെച്ചുകൊണ്ട് കണ്ണുനീർ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു പോയി, റസൂലേ നിങ്ങൾ കരയാണോ? കാരണം അത്ഭുതപ്പെട്ടു, കാരണം മരണം അത്ര ഉറപ്പുള്ള ഒരു കാര്യമാണ്, നിങ്ങളും കരയാണോ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായിട്ടും കണ്ണു നിറയും, കൽബ് വേദനിക്കും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല, അള്ളാഹുവിന് തൃപ്തിയില്ലാത്തൊരു വാക്കും നമ്മൾ പറയില്ല, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു വാക്കും നമ്മൾ പറയില്ല. അപ്പോൾ കരയുക എന്നുള്ളതോ അല്ലെങ്കിൽ വിഷമം ഉണ്ടാവുക അതല്ല ഉദ്ദേശം. പക്ഷെ ഒരു പരിധി വിട്ടുകൊണ്ട് അതിനെ വളരെയധികം നിലവിളിച്ചുകൊണ്ട് കരയുന്ന അവസ്ഥ ഒരു മുഅ്മിൻ യോജിച്ചതല്ല. അതാണ് പറഞ്ഞത്, ഒരു മുസ്ലിമിന്റെ മേലെ അവൻ എന്ത് ചെയ്യാം, അവന് കരച്ചിലുണ്ടാകും, സാധാരണഗതിയിൽ കരഞ്ഞ കണ്ണുനീര് വരും, ദുഃഖമുണ്ടാകും. അത് തന്നെ അതിനൊരു സമയമുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസമാണ് അവന്റെ മേലെ ദുഃഖിച്ചുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ദുഃഖമായിട്ട് മാറിയിരിക്കാൻ, അല്ലെങ്കിൽ ദുഃഖം എന്നുള്ള നിലക്ക് ഇരിക്കാനുള്ള ഇതുള്ളത്. പൊതുവായിട്ട് ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇദ്ദാ കാലഘട്ടം, അവരുടെ മരണത്തിന്റെ ശേഷമുള്ള ആ കാലഘട്ടത്തിൽ അത്രയാണ് ദുഃഖം ആചരിക്കാനുള്ളത്. അതല്ലാതെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചിട്ടുള്ളതല്ല. കാരണം അതിനേക്കാൾ ഒരു ഈമാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ പറഞ്ഞ പോലെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ മകന്റെ റൂഹ് പിടിച്ച് അള്ളാഹു ചോദിക്കും, മലക്കളോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ അടിമയുടെ കൺകുളിർമയെ, അവന്റെ ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ മകന്റെ റൂഹ് പിടിച്ചോ? നഅം. അപ്പോൾ എന്താ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ മലക്കുകൾ ചോദിക്കും. അപ്പോൾ മലക്കുകൾ പറയും, ഹമിദക സുമ്മസ്തർജ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇബ്നൂലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എൻ്റെ അടിമക്ക് ഒരു വീട് പണി സ്വർഗ്ഗത്തിൽ. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് പറയാൻ പറയും. വേറെ ഹദീസിൽ കാണാം, ഒരാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോവുകയും അവൻ അതിൽ ക്ഷമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രതിഫലം എത്രയാണ്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശുഹദാക്കളുടെയോ അല്ലെങ്കിൽ വളരെ മഹത്തരമായിട്ടുള്ള പ്രതിഫലം ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മരണം എന്നുള്ളതൊന്നും നമുക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കാത്ത, എന്തായാലും സംഭവിക്കും. അത് നമുക്കും സംഭവിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും സംഭവിക്കും. അത് എപ്പോഴെങ്കിലും ആവാം, നമ്മുടെ മക്കൾക്കാവാം, ഭാര്യക്കാവാം, നമ്മുടെ ഉപ്പക്കാവാം, ഉമ്മക്കാവാം, ആർക്ക് ആദ്യം വരും, എങ്ങനെ വരും, എപ്പോൾ സംഭവിക്കും ഒന്നും നമുക്കറിയില്ല. പക്ഷെ ആ സമയത്ത് ഒരു മുഅ്മിൻ എടുക്കേണ്ട നിലപാടുണ്ട്. ഒരു മുഅ്മിൻ ഈമാൻ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയുക, പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. അതുപോലെ തന്നെ അതിലുള്ള വിഷമം, ദുഃഖമുണ്ടാകാം, പക്ഷെ ഒരു പരിധി വിട്ട് പോകുന്ന രീതിയിൽ ഇല്ലാതെ ക്ഷമിച്ചു നിർത്താൻ സാധിക്കണം. അത് ഈമാനിന്റെയും തൗഹീദിന്റെയും ഭാഗമാണ്. അടുത്തത്, وعن أنس أن رسول الله صلى الله عليه وسلم قال, أنس رضي الله عنه ذكر الحديث عن النبي صلى الله عليه وسلم പറഞ്ഞു, إذا أراد الله بعبده الخير, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹു ബിൽ ഉഖൂബതി ഫി ദുനിയ, അവന് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുന്നതാണ്. ദുനിയാവിൽ തന്നെ പെട്ടെന്ന് തന്നെ അവന് ശിക്ഷ നൽകുന്നതാണ്. വഇദാ അറാദ ബിഅബ്ദിഹി ശർ, അല്ലാഹു തആല ഒരു അടിമക്ക് ഷർറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അംസക അൻഹു ബിദംബിഹി, അവന്റെ ആ പാപങ്ങളെ അവിടെ പിടിച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ഹത്താ യുവാഫിയ ബിഹി യൗമുൽ ഖിയാമ, നാളെ യൗമുൽ ഖിയാമയിൽ അതിന് പകരം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ക്ഷമിക്കാൻ പ്രേരകമാകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്തും, അതൊരു ചെറിയ മുള്ള് കാലിൽ തറക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ എന്ത് നിസ്സാരമായൊരു കാര്യമാകട്ടെ, അല്ലെങ്കിൽ വലിയ മുസീബത്തുകളാവട്ടെ, പെട്ടെന്ന് നമ്മുടെ കച്ചവടം എല്ലാം തകർന്നു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് അതുപോലെയുള്ള എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണം, അല്ലെങ്കിൽ നമുക്ക് വലിയ രോഗം, അങ്ങനെയുള്ള ഏതൊരു കാര്യം ബാധിക്കുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാധിക്കുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അടയാളമാണ് അവൻ ചെയ്തു പോയ അബദ്ധങ്ങൾ, പാപങ്ങൾ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തേക്കാൾ നമുക്ക് അറിയാതെ ചെയ്യുന്ന പാപങ്ങളായിരിക്കും കൂടുതൽ. നമുക്ക് ഓർമ്മയുള്ള പാപത്തിനേക്കാൾ മറന്നുപോയ പാപങ്ങളായിരിക്കും കൂടുതൽ. അത് പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? അല്ലാഹു തആല നമ്മൾ മറന്നു പോകും. പക്ഷേ അഹ്സാഹുല്ലാഹ്, അല്ലാഹു തആല അത് എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മൾ മറന്നുപോയാലും അല്ലാഹു മറക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഖൈർ ഉദ്ദേശിച്ചതാണ്. ഒരു സംഭവം കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു വ്യക്തി, ആ വ്യക്തി മുഖത്ത് നിന്ന് രക്തമൊക്കെ വാർന്നൊലിക്കുന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരുന്നത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ പറ്റിയോ ചോദിച്ചു. അപ്പോൾ വ്യക്തി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു മതിലിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു അന്യസ്ത്രീ ആ വഴി പോയി. അപ്പോൾ ആ അന്യസ്ത്രീയെ ഞാൻ നോക്കി, ആസ്വദിച്ചു നോക്കി. അവളുടെ സൗന്ദര്യം, അവളുടെ പിന്നെ ഔറത്തിലേക്ക് അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തിലേക്ക് ഞാൻ ആസ്വദിച്ചു നോക്കി. അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ആ സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇപ്പുറത്തുള്ള മതിൽ എൻ്റെ മുകളിലേക്ക് ഒന്ന് വീണു എന്ന് പറഞ്ഞു. ആ മതിൽ എൻ്റെ മേത്തേക്ക് വന്ന് വീണു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ച ഒരു അടിമയാണ്, നിനക്ക് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചുള്ള ഒരു അടിമയാണ് എന്നിട്ടാണ് ഈ ഹദീസിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ബാധിക്കുക എന്നുള്ളത് നമുക്ക് ബാധിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതൊരിക്കലും നമുക്കെന്തോ അള്ളാഹു ശിക്ഷിച്ചു അല്ലെങ്കിൽ അള്ളാഹു നമ്മെ കൈവിട്ടു, ആ ഒരു വജിഹിലല്ല ഒരു യഥാർത്ഥ സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്. അവൻ അതിനു പിന്നിലുണ്ടാകുന്ന ഖൈറുകളെ കുറിച്ച് ചിന്തിക്കണം. ഇത് ദുനിയാവിൽ എനിക്ക് ബാധിക്കുന്ന എൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കാം. ഒരിക്കലും ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, അവളിപ്പോൾ പാപങ്ങൾ ചെയ്തു, കുറേ അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും അള്ളാഹു പുറത്തു നിന്നിട്ടുണ്ടാവും, കുറേ അനുഗ്രഹം തന്നല്ലോ. അതേ ചിന്ത എന്തിനും വേണം, ഇതിന് മുസീബത്ത് ബാധിക്കുമ്പോഴും നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. കാരണം അതിന് പിന്നിൽ അതിപ്പോൾ ഈ ഹദീസ് തന്നെ പറഞ്ഞു നോക്കൂ, ഇനി ഒരാൾക്ക് അത് ഖൈറുദ്ദേശിച്ച അടയാളം പറഞ്ഞല്ലോ, ഷർറുദ്ദേശിച്ച ആളുടെ അടയാളം എന്താ? അള്ളാഹു അവന് ഒന്നും കുഴപ്പമില്ല, ദുനിയാവിലെ എല്ലാ ആഫിയത്തും എല്ലാ ഖൈറും, ഒരു ദുഃഖമോ വിഷമമോ ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, ഒരു രോഗവുമില്ല, ദാരിദ്ര്യവുമില്ല, ഒന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാ? ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്തെത്തിയിട്ട് അതിനൊക്കെ പകരം അവിടെ കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ദുനിയാവിലത്തെ ശിക്ഷയാണോ പരലോകത്തെ ശിക്ഷയാണോ വലുത്? പരലോകത്താണ്, ഒരു സംശയമില്ല. ദുനിയാവിലെ അനുഗ്രഹവും പരലോകത്തെ അനുഗ്രഹം വെച്ച് നോക്കുമ്പോൾ പരലോകത്തെ അനുഗ്രഹം വലുത് പോലത്തെ, ദുനിയാവിലെ ശിക്ഷയേക്കാൾ വലുത് എന്താണ്? പരലോകത്തെ ശിക്ഷയാണ്. ദുനിയാവിൽ തന്നെ കിട്ടി തീർന്നു കഴിഞ്ഞാൽ അത്രയും അത് കിട്ടാൻ ചോദിക്കണം എന്നല്ല, വിശ്വാസം ഒരിക്കലും ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഖദർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ക്ഷമിക്കണം. അള്ളാഹുവിനോട് എപ്പോഴും ആഫിയത്ത് തന്നെ ചോദിക്കേണ്ടത്, ദുനിയാവിലും പരലോകത്തും ആഫിയത്ത് തന്നെ ചോദിക്കേണ്ടത്. ദുനിയാവിൽ പുറത്തു തരും വേണം, പരലോകത്ത് മറച്ചു വെച്ച് പുറത്തു തരും വേണം, അതന്നെ ചോദിക്കേണ്ടത്. പക്ഷെ സംഭവിച്ചാൽ അതിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് അള്ളാഹുവിന്റെ ഖദറിലുള്ള സുബ്റാണ്. അടുത്തൊരു ഹദീസ്, وقال النبي صلى الله عليه وسلم إن عظم الجزاء مع عظم البلاء. ഒരാൾക്കുള്ള പ്രതിഫലത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അവനുണ്ടാകുന്ന പരീക്ഷണത്തിന്റെ വലുപ്പനുസരിച്ചിരിക്കും. ഒരാൾക്കുള്ള പരീക്ഷണം എത്ര വലുതാണോ അതിനനുസരിച്ച് അവന് പ്രതിഫലവും കൂടും. وإن الله تعالى إذا أحب قوما ابتلاهم, അള്ളാഹുവിന് ഒരു കൂട്ടരെ ഇഷ്ടമായി കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇബ്തലാഹും, അള്ളാഹു അവനെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിള, ആരാണോ അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടുന്നത് അവൻ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. വമൻ സഖത ഫലഹു സുഖ്ത്, ആരാണോ അതിൽ കോപിക്കുന്നത് അതിന് അവന്റെ മേലെ അള്ളാഹുവിന്റെ കോപവും ഉണ്ടാകും, വെറുപ്പും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഹസനഹു തിർമിദി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു ഗൗരവമുള്ള പാഠാണത്. അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം ഒരിക്കലും നമുക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഈ ദുനിയാവിൽ ലഭിച്ചു എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സുഖസൗകര്യത്തിൽ ജീവിക്കേണ്ട വ്യക്തി ആരായിരിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അല്ലെങ്കിൽ അതിനുശേഷം നബിമാരായിരിക്കും. ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടുള്ളത് ആരാണ്? നബിമാരാണ്. ആ നബിമാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിമാർ പറഞ്ഞു, ആലോചിച്ച് നോക്കണം, ജനിച്ചത് യതീമായിട്ട്, വാപ്പല്ലാതെ, ഉമ്മ മരണപ്പെട്ടു, ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരണപ്പെട്ടു, പിന്നെ ഓരോ ആളുകളുടെ കയ്യിലായിട്ട് വളർന്നു വന്ന ആ സാഹചര്യം, പിന്നീട് നാട്ടിൽ നിന്ന് നാട്ടുകാരൊറ്റപ്പെടുത്തി, വീട്ടുകാരെറിഞ്ഞൊഴിച്ചു, നാട് കടത്തി, മക്കൾ വിധവകളായി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മകൾ ഒഴികെ ബാക്കി എല്ലാ മക്കളും മരണപ്പെട്ടു. ഒരു ഉപ്പ എന്ന നിലക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഉപ്പ എന്ന നിലക്ക് ആലോചിച്ചു നോക്കണം. നമ്മുടെ മക്കളെല്ലാവരും നമ്മുടെ കൺമുന്നിൽ നമ്മൾ മറമാടേണ്ടി വരുന്നൊരവസ്ഥ, ഒരാൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. അങ്ങനെ പലതരത്തിൽ പിന്നീട് മുനാഫിക്കുകളെ കൊണ്ട് ജിഹാദ്, ഹിജ്റ, അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ട ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നോക്കൂ, എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. സ്വന്തം മകനെ അറുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ഖലീലാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നോക്കൂ, അല്ലെങ്കിൽ ഓരോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എത്ര കാലം ജയിലിൽ കിടന്നു, എത്ര വർഷക്കാലം സ്വന്തം ഉപ്പാന്റെയും ഉമ്മയുടെയും അടുക്കൽ നിന്ന് അകന്നുപോയി, സ്വന്തം സഹോദരങ്ങളിൽ ഉപദ്രവം കിട്ടി, പൊട്ടക്കണക്കിൽ ഒറ്റക്കായി, ജയിലിൽ ഒറ്റക്കായി, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് എത്ര പരീക്ഷണം നേരിട്ടിട്ടുണ്ട്.
അപ്പോൾ ഒരാളുടെ ഈമാൻ എത്ര ശക്തമാണോ, ഒരാളെ അള്ളാഹുവിന് എത്രത്തോളം ഇഷ്ടമാണോ, അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ പരീക്ഷിക്കും. അപ്പോൾ സബർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം അതിനൊരു ഹംദ് പറയാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടോ നമ്മൾ നോക്കണം. കാരണം ഇത് അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാകാം എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ എനിക്കെന്താ ഇങ്ങനെയൊക്കെ വരുന്നത്, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്, എനിക്കെപ്പോഴും രോഗം, എനിക്കെപ്പോഴും ദാരിദ്ര്യം, എനിക്കെപ്പോഴും കഷ്ടപ്പാട്, എനിക്കെപ്പോഴും ബുദ്ധിമുട്ട്, അങ്ങനെയാണോ ചിന്തിക്കുന്നത്? നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു അള്ളാഹു എന്ത് വിധിച്ചാലും തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കും. കാരണം നമ്മുടെ കാര്യം മാറ്റുക എന്നുള്ളത് അള്ളാഹുവിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ദുർബലരായി പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ആനുഷികമായിട്ടോ ദുർബലത എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ സ്വന്തത്തെ മനസ്സിലാക്കേണ്ടത്, ഈ കോടാനുകോടിയുള്ള ഈ ഗ്രഹങ്ങളുടെയും ഈ ആകാശങ്ങളുടെയും ഭൂമികളുടെയും എല്ലാം ഇടയ്ക്ക് ഈ ഭൂമിയിലെ കോടാനുകോടി മനുഷ്യരിലെ വളരെ ചുരുക്കം ഒരു പ്രദേശത്തിൽ ആളുകൾ താമസിക്കുന്നതിൽ വളരെ ചെറിയ ഒരു കൂട്ടത്തിൽ അതിൽ തന്നെ ഒരാളാണ് നമ്മൾ. ഇത്രയും കാര്യങ്ങൾ നോക്കി അതിനെല്ലാം നിയന്ത്രിക്കുന്ന, അതൊന്നും ഒരു ഭാരമില്ലാത്ത, ഒരു ബുദ്ധിമുട്ടില്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മുടെ ഏതവസ്ഥ മാറ്റാൻ എന്തല്ല ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അള്ളാഹുവിനെ അറിയേണ്ട എന്താണ്? അള്ളാഹുവിന്റെ വിധിയിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ടോ, അള്ളാഹുവിന്റെ വിധിയിൽ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ തൃപ്തിപ്പെടാൻ സാധിച്ചാൽ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാവും. വെറുപ്പും കോപവുമാണെങ്കിൽ അള്ളാഹുവിന്റെ വെറുപ്പായിരിക്കും അവനുണ്ടാവുക. ഇതിന്റെ ശർഹ് വളരെ കുറച്ചാണ്, അതുകൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാബു മിനൽ ഈമാനി അസ്സബ്റു അലാ ഖദാരില്ലാഹ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, അമ്മ അസ്സബ്റു അലാ തആത്തില്ലാഹ് വസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമയും അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഒഴിവാക്കുന്നതിലുള്ള ക്ഷമയും ഫഹുവ ളാഹിറുൻ ലികുല്ലി അഹദിൻ അന്നഹുമാ മിനൽ ഈമാൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് ഈമാനിൽപ്പെട്ടതാണ്. ബൽഹുമാ അസാസുഹു വ ഫർഉഹു. അത് ഈമാനിന്റെ അടിസ്ഥാനവും ശാഖയുമാണ് എന്ന് എല്ലാവർക്കും അറിയാം, അതിൽ സംശയമില്ല. ഫഇന്നൽ ഈമാന കുല്ലഹു സബ്റുൻ അലാ മാ യുഹിബ്ബുഹുല്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൽ ക്ഷമിക്കുക എന്നുള്ളതും വയർല്ലാഹു വയുഖർരിബു ഇലൈഹി, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. വസബ്റുൻ അൻ മഹാരിമില്ലാ, അള്ളാഹു ഹറാമാക്കിയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്നതിന് ക്ഷമിക്കുക എന്നുള്ളത്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ സബ്ർ തന്നെയാണ്. ഫഇന്നദ്ദീന യദൂറു അലാ സലാസതി ഉസൂലിൻ. 3 അടിസ്ഥാനങ്ങളുടെ മേലെയാണ് ദീനിന്റെ കാര്യങ്ങൾ മൊത്തം നിൽക്കുന്നത്. ഒന്ന്, തസ്ദീഖു ഖബരില്ലാഹി വ റസൂലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അള്ളാഹു റസൂലും അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുക. വംതിസാലു അംരില്ലാഹി വ റസൂലിഹി. അതുപോലെ തന്നെ അള്ളാഹു റസൂലും കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ അനുസരിക്കുക, പ്രവർത്തിക്കുക. രണ്ടാമത്തേത് വജ്തിനാബു നഹീഹിമാ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുക. ഫസ്സബ്റു അലാ ഖദാരില്ലാഹിൽ മുഅ്ലിമ ദാഖിലുൻ ഫീ ഹാദിൽ ഉമൂം. അതായത് ഒന്നാമത്തേത് അള്ളാഹു റസൂലും അറിയിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തുക, രണ്ടാമത്തേത് അള്ളാഹു റസൂലിന്റെ കൽപ്പന അനുസരിക്കുക, മൂന്നാമത്തേത് അവയെ വിരോധനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത്. എന്നിട്ട് പറയാണ് ഫസ്സബ്റു അലാ ഖദാരില്ലാഹ്. അള്ളാഹുവിന്റെ വിധിയിൽ അൽ മുഅ്ലിമ, വേദനയുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അള്ളാഹുവിന്റെ വിധികളിൽ ക്ഷമിക്കുക എന്നുള്ളത് ദാഖിലുൻ ഫീ ഹാദിൽ ഉമൂം, ഈ കാര്യങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. വലാകിൻ, പക്ഷേ ഖുസ്സ ബിദ്ദിക്രി ലിശിദ്ദത്തിൽ ഹാജതി ഇലാ മഅരിഫതി വൽ അമലി ബിഹി. ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതിലേക്കുള്ള ആവശ്യകത, അത് ഓർമ്മപ്പെടുത്തേണ്ടതിന്റെ ഗൗരവം ഉള്ളതുകൊണ്ടാണ്. അതനുസരിച്ച് അമല് ചെയ്യേണ്ട പ്രാധാന്യം അറിയിക്കേണ്ടതുള്ളത് കൊണ്ടാണ്. എന്നിട്ട് പറയാണ് ഫഇന്നൽ അബ്ദ മതാ മാ അലിമ അന്നൽ മുസീബത ബിഇദ്നില്ലാഹ്. ഒരടിമ അവൻ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തനിക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ വഅന്നല്ലാഹ അതമ്മൽ ഹിക്മത ഫീ തഖ്ദീരിഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യം വിധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ പൂർണ്ണമായൊരു ഹിക്മത്ത് ഉണ്ടായിരിക്കും. ആ ഹിക്മത്ത് പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും വിധി ഉണ്ടാവുക. വലഹു നിഅമ സാബിഗ ഫീ തഖ്ദീരിഹാ അലൽ അബ്ദ്. ഒരു അടിമക്ക് പൂർണ്ണമായിട്ടുള്ള നിഅമത്തുകൾ അള്ളാഹുവിന്റെ ഖദറിൽ ഉണ്ടാകും. ഒരു മുഅ്മിനായ അടിമയാണോ, അള്ളാഹു വിധിക്കുന്ന ഏത് കാര്യവും അവന്റെ നിഅമത്താണ്, അതിന്റെ പിന്നിൽ അനുഗ്രഹം ഉണ്ടായിരിക്കും. റളിയ ബിഖളാഹില്ലാഹ് വസല്ലമ ലിഅംരിഹി വസബറ അലൽ മകാരിഹ്. അങ്ങനെയുള്ള അടിമ എന്തു ചെയ്യും? അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടും, അതിന് കീഴൊതുങ്ങും, അതിൽ ക്ഷമിക്കുകയും ചെയ്യും. തഖർറുബൻ ഇലല്ലാഹ്. കാരണം എന്താ? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി.
വറജാഅൻ ലിസവാബിഹി അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച്, വഖൗഫൻ മിൻ ഇഖാബിഹി അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെട്ട്, വഗ്തിനാമൻ ലിഅഫ്ളലിൽ അഖ്ലാഖ് അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവം അതിലൂടെ നേടിയെടുക്കാൻ വേണ്ടി, ഫത്മഅന്ന ഖൽബുഹു വഖവാ ഈമാനുഹു വതൗഹീദുഹു അങ്ങനെ അവന്റെ ഖൽബ് സമാധാനം കൊള്ളുകയും അവന്റെ ഈമാനും തൗഹീദും ശക്തിപ്പെടുകയും ചെയ്യും. അതായത് മുസീബത്തുകളിൽ അള്ളാഹുവിന്റെ ഖദറിൽ ക്ഷമിക്കുക എന്നുള്ളത് ഈമാനാണ്. അതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അത് നമുക്ക് പരിപൂർണമായിട്ടുള്ള നിഅമത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അതിൽ ക്ഷമിക്കുക എന്നുള്ളത് ഖൽബിന് സമാധാനമേകുന്ന, ആശ്വാസം നൽകുന്ന ഒരവസ്ഥയിൽ അവനെ മാറ്റും. അത് അവന്റെ ഏറ്റവും മഹത്തായ സ്വഭാവമായിട്ട് മാറും. അത് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടും അങ്ങനെയാണ് ആ കാര്യവും ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഖദർ അള്ളാഹുവിന്റെ വിധി നടക്കുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ തൗഹീദിനെ മാറ്റുരക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മുടെ തൗഹീദിന്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഒരു മുസീബത്ത് വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ നിലപാടിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. എന്താണ് നമ്മുടെ ഖൽബിന്റെ അവസ്ഥ നോക്കുക. പെട്ടെന്നൊരു മുസീബത്ത് വന്നു, ഖൽബിനോട് ചോദിക്കുക എന്താണ് അവസ്ഥ. അത് വെപ്രാളം കൊണ്ട് അസ്വസ്ഥമാകുകയാണെങ്കിൽ തൗഹീദ് ആദ്യം മുതൽ വീണ്ടും പഠിച്ച് പരിശീലിക്കേണ്ടിയിരിക്കുന്നു. അതല്ല, സമാധാനം കൊള്ളുന്ന അതെന്റെ റബ്ബിന്റെ വിധിയാണെന്നുള്ള രീതിയിൽ ശാന്തമായ ഒരു മാറ്റവുമില്ലാതെ ആശ്വാസത്തിലാണ് എങ്കിൽ മനസ്സിലാക്കുക നല്ല തൗഹീദിന്റെ അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എന്ന്. അത് നമ്മളെ അളവുകോലായിട്ട് മനസ്സിലാക്കാൻ ഉപയോഗിക്കാവുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് കിതാബു തൗഹീദിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള ബാബുകൾ ഇൻഷാ അല്ലാഹ് ശിർക്കിന്റെ ഗോപ്യമായിട്ടുള്ള ഇനങ്ങൾ, റിയാ, സുംഅത്ത്, അതുപോലെ ലഫ്ളിയായ ശിർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് വരും ദർസുകളിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ എല്ലാ മേഖലയിലും അതിനെ സാക്ഷാത്കരിക്കുന്ന അടിമകളായി നമ്മെ മാറ്റുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.